السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وأصحابه أجمعين. أما بعد. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം: ഇന്നല്ലാഹ ലയബ്അസു ലിഹാദിഹിൽ ഉമ്മ അലാ റഅസി കുല്ലി മിഅതി സനത്തിൻ മൻ യുജദ്ദിദു ലഹാ ദീനഹ. പ്രവാചകന്മാർ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ഉമ്മത്തിൽ പിഴവുകൾ, അരാജകത്വങ്ങൾ, വിശ്വാസ വൈകല്യങ്ങൾ ഇതൊക്കെ ഉടലെടുക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പിഴവുകളിൽ നിന്ന്, ആ വിശ്വാസ വൈകല്യങ്ങളിൽ നിന്ന് ഉമ്മത്തിനെ കരകയറ്റുവാൻ ഓരോ 100 കൊല്ലത്തിൻ്റെ തുടക്കത്തിലോ അവസാനത്തിലോ ആയി ദീനിനെ പുതുതായി സ്ഥാപിക്കുന്നതിനു വേണ്ടി, ദീനിലേക്ക് ഉമ്മത്തിലെ ജനങ്ങളെ തിരിച്ചു വിളിക്കുന്നതിനു വേണ്ടി പരിഷ്കർത്താക്കളായ ഇമാമിയങ്ങളെ നിശ്ചയിക്കുന്നതാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഹദീസാണ്. ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ 100 കൊല്ലത്തിൻ്റെ തുടക്കത്തിലോ അവസാനത്തിലോ ആയി ഉമ്മത്തിന് നേരായ ദിശയിലേക്ക് സഞ്ചരിക്കുവാൻ, അവരെ നേരായ ആശയങ്ങളിലേക്ക്, വിശ്വാസങ്ങളിലേക്ക് കൈപിടിച്ച് ഉയർത്തുവാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാർക്ക് ശേഷം മഹാന്മാരായ ഇമാമിയങ്ങൾ നിശ്ചയിക്കുന്നതാണ് എന്നാണ്. അപ്രകാരം അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ഒരു മുജദ്ദിദ് ആയിരുന്നു ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല. ഇസ്ലാമിക പ്രബോധനത്തിനു വേണ്ടി തൻ്റെ ഒരു ആയുഷ്കാലം മുഴുവൻ മാറ്റിവെച്ച മഹാനായ പണ്ഡിതനാണ് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല. അദ്ദേഹത്തിനെക്കുറിച്ച് സമകാലികരായ, അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ടായിരുന്ന, അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ച, പിന്നീട് വന്ന മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞത് അദ്ദേഹം ഇമാമുദ്ദഅവ, ദഅവത്തിൻ്റെ പ്രബോധനത്തിൻ്റെ ഇമാമായിരുന്നു എന്നാണ്. അതുപോലെ തന്നെ ഷെയ്ഖുൽ ഇസ്ലാം വൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ, ഇസ്ലാമിൻ്റെ വലിയ പണ്ഡിതനായിരുന്നു അദ്ദേഹം. അൽ മുജദ്ദിദ്, അള്ളാഹുവിൻ്റെ ദീൻ അതിനെ ജനങ്ങളിലേക്ക് എത്തിക്കുകയും ആ ദീനിൽ നിന്ന് അങ്ങേയറ്റം വിദൂരമായിരുന്ന സമൂഹങ്ങളെ, ജനതകളെ ഇസ്ലാമിലേക്ക് വീണ്ടും തിരിച്ചു പിടിക്കുകയും ചെയ്ത മഹാനായ പരിഷ്കർത്താവായിരുന്നു, മുജദ്ദിദായിരുന്നു ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല. ഈ കാലഘട്ടത്തിലെ തൗഹീദി പ്രബോധനത്തിൻ്റെ എതിരാളികൾ ഷെയ്ഖിനെതിരെ ഒരുപാട് ആരോപണങ്ങളും കുപ്രചരണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിനെതിരെ അവരുടെ പേനയും നാവും ചലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും നമ്മുടെ നാട്ടിൽ വളരെയധികം അദ്ദേഹത്തിനെതിരെ, അദ്ദേഹത്തിൻ്റെ പ്രബോധന രീതികൾക്കെതിരെ, അദ്ദേഹത്തിനെ പിന്തുണക്കുന്ന ആളുകൾക്കെതിരെ ശക്തമായി അവർ കുപ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ പറയുന്നു അവർ വഹാബികളാണ്, പുതുതായ 4 മദ്ഹബിൻ്റെ ഇമാമിയങ്ങൾക്കും പരിചയമില്ലാത്ത 5ാമതൊരു ആശയം പുതുതായി കൊണ്ടുവന്ന വഹാബികളാണവർ എന്ന് അവർ വാദിച്ചു കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിനെതിരെ അപവാദങ്ങൾ പറയുന്ന ആളുകൾ, അവർക്ക് യഥാർത്ഥത്തിൽ ആരാണ് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല എന്നറിയില്ല, എന്താണ് അദ്ദേഹത്തിൻ്റെ ആദർശം എന്നറിയില്ല, എന്താണ് അദ്ദേഹത്തിൻ്റെ കിതാബുകളിലുള്ളത് എന്നറിയില്ല. അദ്ദേഹത്തിനെതിരെ പറയുന്ന ആളുകൾ, അദ്ദേഹത്തിനെതിരെ കുപ്രചരണങ്ങൾ പ്രചരിപ്പിക്കുന്ന ആളുകൾ, അവർക്ക് വരെ ഈ കാര്യം അറിയില്ല. ആരോ പറഞ്ഞത് കേട്ട് അതങ്ങനെ പ്രചരിപ്പിച്ചു പോരുന്നു എന്ന് മാത്രം. കാലങ്ങളായി ആരോ പറഞ്ഞു വെച്ച ഒരുപാട് അപവാദങ്ങൾ, കുപ്രചരണങ്ങൾ അവരിങ്ങനെ നാൾക്ക് നാൾ അങ്ങനെ പ്രചരിപ്പിച്ചു നടക്കുന്നു എന്നതല്ലാതെ നേരിട്ട് ഷെയ്ഖിനെ അവർക്കറിയുകയില്ല.
ആരാണ് അദ്ദേഹം, അദ്ദേഹത്തിൻ്റെ പ്രബോധനം, അദ്ദേഹത്തിൻ്റെ ചരിത്രം എന്താണ് എന്ന് ഇവർക്ക് അറിയുകയില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. ഈ ഒരു സന്ദർഭത്തിൽ ആരാണ് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ള? അദ്ദേഹത്തിൻ്റെ ചരിത്രം എന്താണ്? അദ്ദേഹത്തിനെതിരെ, അദ്ദേഹത്തിൻ്റെ പ്രബോധനത്തിനെതിരെ, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആദർശത്തിനെതിരെ വന്ന ആരോപണങ്ങളുടെ വസ്തുത എന്താണ് എന്ന് ഓരോ മുവഹിദുകളും പഠിച്ചിരിക്കൽ വളരെ അനിവാര്യമാണ്. നമ്മൾ പറഞ്ഞു അദ്ദേഹം തൗഹീദിൻ്റെ വലിയ ഇമാമായിരുന്നു. ഇസ്ലാമിക ലോകത്ത് തൗഹീദിൻ്റെ പ്രബോധനത്തിന് വേണ്ടി അങ്ങേയറ്റം പരിശ്രമിച്ച ഇമാമായിരുന്നു അദ്ദേഹം എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചരിത്രം പഠിക്കൽ വളരെ അനിവാര്യമാണ്. അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായി അദ്ദേഹം ജനിക്കുന്ന, അതല്ലെങ്കിൽ അദ്ദേഹം പ്രബോധനം ആരംഭിക്കുന്ന ആ ഒരു സമൂഹത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്ന് ആദ്യമായി നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. അദ്ദേഹം ജനിക്കുന്നത് നജിദിലാണ്. സൗദി അറേബ്യയുടെ ഇന്നത്തെ റിയാദും സമീപ സ്ഥലങ്ങളും ഉൾപ്പെടുന്ന പ്രദേശത്തിനാണ് നജിദ് എന്ന് പറയാറുള്ളത്. അദ്ദേഹം ജനിക്കുന്ന കാലഘട്ടങ്ങളിൽ ഇസ്ലാം അങ്ങേയറ്റത്തെ അപരിചിതാവസ്ഥ അനുഭവിച്ച ഒരവസ്ഥയായിരുന്നു. ഖുർആൻ എന്താണ് എന്നോ സുന്നത്ത് എന്താണ് എന്നോ ആളുകൾ മറന്നു തുടങ്ങിയിരുന്നു. അതുകൊണ്ട് തന്നെ ഖുർആനും സുന്നത്തും പഠിക്കാത്തത് കൊണ്ട് തന്നെ ആളുകൾ എന്ത് ചെയ്തു? ഖബറുകളെ, മരങ്ങളെ, അള്ളാഹു അല്ലാത്ത ആളുകളെ ഒക്കെ പൂജിക്കാനും അവരിൽ അഭയം തേടാനും അവരോട് ഇബാദത്തുകൾ ചെയ്യാനും തുടങ്ങുന്ന ഒരവസ്ഥ. അവർ കല്ലുകൾ ആരാധിക്കും, മരങ്ങൾ ആരാധിക്കും. അവിടെ വാദി ഹനീഫ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്, ജുബൈല എന്ന പ്രദേശത്ത് സെയ്ദ് ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെതെന്ന് പറയപ്പെടുന്ന ഖബർ ഉണ്ടായിരുന്നു. ആ കാലഘട്ടങ്ങളിൽ ആളുകൾ ഏറ്റവും കൂടുതൽ ആരാധിച്ചിരുന്ന, പൂജിച്ചിരുന്ന ഒരു ഖബറായിരുന്നു അത്. ദിർഇയ്യ എന്ന് പറയുന്ന സ്ഥലത്ത് പല സ്വഹാബികളുടേതും എന്ന് പറയപ്പെടുന്ന ഖബറുകളുണ്ടായിരുന്നു. ചില സ്വഹാബിമാരുടെ പേരിലേക്ക് ചേർത്തി പറയപ്പെട്ട മരങ്ങൾ, അതുപോലെ തന്നെ മറ്റ് പുണ്യങ്ങൾ കൽപ്പിക്കപ്പെടുന്ന മറ്റ് മരങ്ങൾ, ആഗ്രഹങ്ങൾ സാധിക്കുന്നതിന് വേണ്ടി ആളുകൾ ചെന്നിരുന്ന അങ്ങനെ ഒരുപാട് കേന്ദ്രങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ജനങ്ങൾ അവിടെ പോയി ഇബാദത്തുകൾ ചെയ്യും. ദീനിൽ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ അവിടെ നിർവഹിക്കും. അവിടെ ഒരു പ്രത്യേക മരമുണ്ടായിരുന്നു, ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ആ മരത്തിൻ്റെ അടുക്കൽ പോയി കഴിഞ്ഞാൽ ആളുകൾ ചെയ്യുന്ന ഒരു രീതിയാണ്, വിവാഹം ശരിയാകാത്ത സ്ത്രീകൾ പോയി എന്ത് ചെയ്യും? ആ മരത്തിന് കെട്ടിപ്പിടിക്കും, ആലിംഗനം ചെയ്യും. അങ്ങനെ ചെയ്താൽ വിവാഹം ശരിയാകും എന്നാണ് അവരുടെ വിശ്വാസം. അതുപോലെ തന്നെ മറ്റൊരു മരം ഉണ്ടായിരുന്നു. ആ മരത്തിൻ്റെ അരികിലേക്ക് ആളുകൾ പോവുക ആൺകുഞ്ഞിനെ പ്രസവിച്ചാലാണ്. ഒരു സ്ത്രീ ആൺകുഞ്ഞിനെ പ്രസവിച്ചു കഴിഞ്ഞാൽ ദീർഘായുസിനായി ആ മരത്തിൽ തുണിക്കഷ്ണങ്ങൾ ആളുകൾ കെട്ടിയിടുമായിരുന്നു. നോക്കൂ, ഈ നിലക്ക് ഖുറാഫാത്തുകൾ, അന്ധവിശ്വാസങ്ങൾ, ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ നടമാടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പ്രത്യേക ഗുഹ ഉണ്ടായിരുന്നു. ആ ഗുഹക്ക് പ്രത്യേകം പേര് വിളിച്ച് അവിടെ ആരാധനകളും അതുപോലെ തന്നെ അവിടെ ഭക്ഷണപാനീയങ്ങൾ ആ ഗുഹയിൽ കൊണ്ടുവെക്കുന്ന ഒരു സമ്പ്രദായമൊക്കെ, ആചാരങ്ങൾ. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ നാടുമായി ഒരുപാട്, ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ നാടുമായി ഒരുപാട് സാമ്യതയുള്ള ഒരു കാലഘട്ടം, ഒരു നാട്. അതുപോലെ തന്നെ ഔലിയാക്കളായി അറിയപ്പെടുന്ന ഒരുപാട് കെട്ടുകഥകൾ, കള്ളക്കഥകൾ, കറാമത്തുകളൊക്കെ, പോരിശകളൊക്കെ പറയപ്പെട്ട ഒരുപാട് ഔലിയാക്കളും ഉണ്ടായിരുന്നു അവിടെ. ഇതായിരുന്നു മൊത്തത്തിൽ അറേബ്യയുടെ ഒരു ചിത്രം. അറേബ്യൻ രാജ്യങ്ങളുടെ മൊത്തത്തിലൊരു ചിത്രം ഇപ്രകാരമായിരുന്നു. കുറച്ചുകൂടി വ്യത്യസ്തമായി, കുറച്ചുകൂടി ശക്തമായി ഖുറാഫാത്തുകൾ, അന്ധവിശ്വാസങ്ങൾ ഈ പറയുന്ന നജിദിലും പരിസരത്തും കൂടുതലായി ഉള്ളതായും ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. ഈ ചരിത്രപരമായി ഈ കാര്യങ്ങൾ, ഈ പറഞ്ഞ വസ്തുതകൾ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരുപാട് പണ്ഡിതന്മാരുടെ പുസ്തകങ്ങൾ രേഖപ്പെടുത്തിയ കാര്യമാണ്. മറ്റുള്ള അറബ് രാജ്യങ്ങളിലൊക്കെ മതവിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ പറയുന്ന നജിദ് പ്രദേശങ്ങളിൽ മതവിദ്യാഭ്യാസം വളരെ കുറവായിരുന്നു എന്നുള്ളത് കൊണ്ട് അവിടെ കൂടുതൽ ഖുറാഫാത്തുകളും അന്ധവിശ്വാസങ്ങളും വർദ്ധിച്ചു കൊണ്ടിരുന്നു എന്നുള്ളതാണ്. മക്കയിൽ അബൂ താലിബിൻ്റെ, അതുപോലെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹ എന്നിവരുടെ, അതുപോലെ തന്നെ മുഅല്ല എന്ന് പറയുന്ന സ്ഥലത്ത് ഖദീജ റളിയല്ലാഹു അൻഹയുടെ ഒക്കെ ഖബറുകൾ ആളുകൾ കെട്ടിപ്പൊക്കുകയും
അവിടെ ഇബാദത്തുകൾ ചെയ്തു വരികയും ചെയ്യുന്ന ഒരവസ്ഥ. അവർ പ്രത്യേകം ചെയ്തിരുന്നൊരു കാര്യമാണ്, അവർ കവിളുകളിൽ മണ്ണ് തേക്കും, എന്നിട്ട് സുജൂദിൽ വീഴും, എന്നിട്ട് പ്രാർത്ഥിക്കുകയും സഹായാർത്ഥനകൾ നടത്തുകയും ശബ്ദമുയർത്തുകയും അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് ഈ പറഞ്ഞ ഖബറുകളിലൊക്കെ ആളുകൾ ഒത്തുകൂടുന്ന ഒരവസ്ഥ. അങ്ങനെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും വർദ്ധിച്ച് എത്രത്തോളം എന്ന് വെച്ചാൽ സകാത്തിനെ കുറിച്ച് ആളുകൾക്ക് അറിയില്ല, നിസ്കാരത്തിനെ കുറിച്ച് അറിയില്ല, അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ പ്രത്യക്ഷമായ പല കർമ്മങ്ങളെക്കുറിച്ചും ആളുകൾക്ക് അറിയാത്തൊരവസ്ഥ. ആളുകൾ പള്ളികളിൽ നിന്നും പരിശുദ്ധ ഖുർആനിൽ നിന്നും അങ്ങനെ അകന്നു കഴിയുന്ന ഒരവസ്ഥ. ചില പ്രദേശങ്ങളിലൊക്കെ സൂഫി ആശയങ്ങൾ, സൂഫി വിശ്വാസങ്ങൾ അത് വളർന്ന് പന്തലിച്ചു വരുന്നൊരവസ്ഥ. ഇതിനൊക്കെ പുറമെ നാടുകളിൽ കൊലപാതകങ്ങളും പിടിച്ചുപറിയും അതുപോലെ തന്നെ കലഹങ്ങളും കലാപങ്ങളും വേറൊരവസ്ഥ. അതൊരു വേറൊരു നിലക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നാടുകളിൽ നിർഭയത്വമുള്ളൊരവസ്ഥയല്ല. ആളുകൾക്ക് വിദൂരമായ സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ പേടിയുള്ളൊരവസ്ഥ. ദീർഘദൂര യാത്രകൾ അത് അപകടമായ ആളുകൾ കണ്ടിരുന്ന ഒരു കാലഘട്ടം. ഈ കാലഘട്ടത്തിലാണ് റിയാദിൻ്റെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒയൈന എന്ന പ്രദേശത്ത് വൈജ്ഞാനികമായി അറിയപ്പെട്ട ഒരു തറവാട്ടിൽ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല അദ്ദേഹം ജനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് അബു അലി മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ഇബ്നു സുലൈമാൻ ഇബ്നു അലി അത്തമീമി എന്നാണ്. അദ്ദേഹം തമീമ് ഗോത്രക്കാരനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ പേര് പറയപ്പെട്ട ഗോത്രമാണ് തമീം ഗോത്രം. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ പിതൃപരമ്പര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃപരമ്പരയുമായി യോജിക്കുന്നുണ്ട്. ഷെയ്ഖിനെതിരെ ആളുകൾ അന്ധമായ ആരോപണങ്ങൾ അഴിച്ചുവിടുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഗോത്രത്തിനെയും ആളുകൾ എന്ത് ചെയ്യാറുണ്ട്? ആക്ഷേപിച്ച് പറയാറുണ്ട്. അവരോട് പറയാറുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, മാ സിൽതു ഉഹിബ്ബു ബനി തമീം മുൻദു 3 സമിഅതു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂലു ഫീഹിം. ഞാൻ തമീം ഗോത്രത്തെ ഇഷ്ടപ്പെടാൻ തുടങ്ങി. അവരെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ 3 കാര്യങ്ങൾ കേട്ടതിന് ശേഷം തമീം ഗോത്രക്കാരെ ഞാൻ ഇഷ്ടപ്പെടാൻ തുടങ്ങി, അവരെ ഞാൻ സ്നേഹിക്കാൻ തുടങ്ങി. എന്താണ് തമീം ഗോത്രത്തെ അവരെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്? തമീം ഗോത്രം എന്ന് പറഞ്ഞാൽ ഷെയ്ഖിൻ്റെ ഗോത്രമാണ്. നമ്മൾ പറഞ്ഞു ഷെയ്ഖിൻ്റെ പിതൃപരമ്പര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃപരമ്പരയുമായി യോജിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഹും അശദ്ദു ഉമ്മതി അല ദജ്ജാൽ. ഈ പറയുന്ന തമീം ഗോത്രം അവരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽ ദജ്ജാലിനെതിരെ ശക്തമായി പോരാടുന്നവർ. വജാഅത് സ്വദഖാത്തുഹും, അവരിൽ നിന്നുള്ള സ്വദഖകൾ ദാനധർമ്മങ്ങൾ എത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹാദിഹി സ്വദഖാത്തു ഖൗമിന, ഇത് നമ്മളുടെ ആളുകളുടെ സ്വദഖയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്തിക്കൊണ്ട് അവരുടെ സ്വദഖയെക്കുറിച്ച് പറഞ്ഞു. വകാനത് സബിയ്യത്തും മിൻഹും ഇൻദ ആയിഷ, തമീം ഗോത്രക്കാരിൽപ്പെട്ട ഒരു അടിമ സ്ത്രീ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കലുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഅ്തിഖീഹാ, അവളെ നീ മോചിപ്പിക്കുക. ഫഇന്നഹാ മിൻ വലദി ഇസ്മായിൽ, ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കുട്ടികളിൽപ്പെട്ടതാണ് അവൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ നോക്കൂ, ബനു തമീം ഗോത്രക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുകഴ്ത്തി പറഞ്ഞ സ്വഹാബികൾ ഇഷ്ടപ്പെട്ടിരുന്ന ഗോത്രമാണ്. എന്നാൽ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിനോടുള്ള കടുത്ത വിരോധം കാരണം എന്ത് ചെയ്യുന്നു? അദ്ദേഹത്തിൻ്റെ ഗോത്രത്തെയും എന്ത് ചെയ്യുന്നു? ആളുകൾക്ക് മുന്നിൽ തെറ്റിദ്ധരിപ്പിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുകയാണ്. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്തരം വിശേഷണങ്ങൾ പറഞ്ഞ ഗോത്രമാണവർ. ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അബ്ബാദ് അൽ ബദർ ഹഫിളഹുല്ലാ ഇന്നും മദീനയിൽ ജീവിച്ചിരിക്കുന്ന വലിയ പണ്ഡിതനാണ്. അദ്ദേഹം ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ്, ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഈ ഗോത്രക്കാർ ദജ്ജാലിനോട് ശക്തമായി പൊരുതുന്ന കൂട്ടരാണ്. അപ്പം അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഈ തമീം ഗോത്രക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം മുതൽ ദജ്ജാൽ വരുന്നത് വരെ ഈ സമൂഹം ദുനിയാവിൽ നിലനിൽക്കുമെന്നതിൻ്റെ തെളിവാണത്. മാത്രമല്ല, ദജ്ജാലിനെതിരിൽ ശക്തമായി പോരാടുന്നവരാണവർ. ഏറ്റവും ഗൗരവകാരിയായ ദജ്ജാലിനെതിരെ ശക്തമായി പോരാടുന്നവരാണ് ഈ തമീം ഗോത്രക്കാർ. എന്നിട്ട് ഷെയ്ഖ് പറയാണ്, ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ മക്കൾ, അദ്ദേഹത്തിൻ്റെ പേരമക്കൾ
അവരുടെ ആ ഒരു സന്താന പരമ്പരയിലുള്ള ആളുകൾ, അവരുടെ ശിഷ്യന്മാരുടെ ശിഷ്യന്മാർ അവരുടെ കാലഘട്ടങ്ങളിലുള്ള വലാലത്തിൻ്റെയും വഴിപിടച്ച ദജ്ജാലുകളുടെയും കാര്യത്തിൽ ശക്തമായി നിലകൊണ്ടു. ആ ഗോത്രക്കാരെന്താണ്? ദജ്ജാലിനെതിരെ ശക്തമായി നിൽക്കുന്ന ആളുകളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അപ്പോൾ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ആ ഗോത്രത്തിൽപ്പെട്ടതാണ്. അദ്ദേഹത്തിൻ്റെ മക്കൾ, പേരമക്കൾ അവരുടെ കാലഘട്ടത്തിൽ വലാലത്തുമായി വന്ന ഒരുപാട് ദജ്ജാലുകൾക്കെതിരെ ശക്തമായി പോരാടിയെന്ന് ഇത് ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അബ്ബാദ് അൽ ബദർ ഹഫിദഹുല്ലാ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞതായി കാണുവാൻ സാധിക്കും. നമ്മൾ പറഞ്ഞു ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ ഒരു ഇൽമിയായ ദീനീ വിജ്ഞാനത്തിൻ്റെ തണലിലാണ് അദ്ദേഹം ജനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കുടുംബം വൈജ്ഞാനികമായി അറിയപ്പെട്ട ഒരുപാട് പണ്ഡിതന്മാരുള്ള, തലമുറകളായി പണ്ഡിതന്മാരുള്ള ഒരു കുടുംബത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം 10 വയസ്സ് പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ വിശുദ്ധ ഖുർആൻ മുഴുവനായി മനഃപ്പാഠമാക്കി. അതുപോലെ തന്നെ ഇസ്ലാമിക വിശ്വാസങ്ങളും ഫിഖ്ഹും ഒക്കെ അദ്ദേഹത്തിൻ്റെ വാപ്പയിൽ നിന്ന് തന്നെ പഠിച്ചു തുടങ്ങിയെന്നാണ്. അദ്ദേഹത്തിൻ്റെ വാപ്പ അബ്ദുൽ വഹാബ്, അദ്ദേഹത്തിൻ്റെ വാപ്പാൻ്റെ പേരാണ് അബ്ദുൽ വഹാബ് എന്നുള്ളത്, മുഹമ്മദാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ വാപ്പയിൽ നിന്ന് അബ്ദുൽ വഹാബ് അദ്ദേഹത്തിൽ നിന്ന് ഫിഖ്ഹും മറ്റു കാര്യങ്ങളും പഠിക്കുകയും ചെയ്തു. വാപ്പയാകട്ടെ ഉയൈന അദ്ദേഹത്തിൻ്റെ നാട്ടിലെ ഖാളിയും മുഫ്തിയുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പിതാവ്, അതുപോലെ തന്നെ വല്ലിപ്പ, അതുപോലെ തന്നെ എളാപ്പ, മൂത്താപ്പമാർ ഇവരൊക്കെ പണ്ഡിതന്മാരായിരുന്നു, അറിയപ്പെട്ട പണ്ഡിതന്മാരായിരുന്നു. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ മക്കളിലും അദ്ദേഹത്തിൻ്റെ പേരമക്കളിലും ഒരുപാട് പണ്ഡിതന്മാരെ കാണാൻ സാധിക്കും. എത്രത്തോളം എന്ന് വെച്ചാൽ ഷെയ്ഖിൻ്റെ കിതാബുകൾ ഷെയ്ഖിൻ്റെ പേരമക്കൾ വിശദീകരിക്കുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ മക്കളിൽ, അദ്ദേഹത്തിൻ്റെ പേരമക്കളിൽ തന്നെ വലിയ പണ്ഡിതന്മാരുണ്ടായിരുന്നു. ഇന്നും മസ്ജിദുൻ നബവിയിലെ മദീനത്തെ പള്ളിയിലെ ഇമാമും ഖത്തീബും മുദരിസുമായ അബ്ദുൽ മുഹ്സിൻ അൽ ഖാസിം ഹഫിദഹുല്ലാ അദ്ദേഹം പറഞ്ഞതായി കാണാം, വലാ അഅരിഫു ഫി താരീഖി ഉസ്റതൻ ബഖിയ അൽ ഇൽമു ഫി ആബാഇഹിം വഅബ്നാഇഹിം 5 ഖുറൂനിൻ മുതതാബിഅത്തിൻ സിവാഹാ. അദ്ദേഹം പറയാണ്, ചരിത്രത്തിൽ എനിക്ക് 5 തലമുറകളിലായി പണ്ഡിതന്മാരുള്ള, 5 തലമുറകളിലായി ഇസ്ലാമിക വിജ്ഞാനം നിലകൊള്ളുന്ന വേറൊരു കുടുംബത്തെയും ഈ കുടുംബത്തെ അല്ലാതെ എനിക്കറിയുകയില്ല. മഹത്തായ ഒരു അമൂല്യമായ ഒരു കുടുംബമാണ് അദ്ദേഹത്തിൻ്റെ. 5 തലമുറകളിലായി, തുടർച്ചയായുള്ള 5 തലമുറകളിൽ ഇസ്ലാമിക വിജ്ഞാനം നിലനിന്ന പണ്ഡിതന്മാരുള്ള പ്രധാനപ്പെട്ട ഒരു കുടുംബമായിരുന്നു ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ കുടുംബം. അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ നല്ല ഗ്രാഹ്യശേഷിയും ബുദ്ധികൂർമ്മതയും മനഃപ്പാഠമാക്കാനുള്ള കഴിവും ഭാഷാശുദ്ധിയും ഒക്കെ ഉണ്ടായിരുന്ന, ഒക്കെ സംഗമിച്ച ഒരു പണ്ഡിതനായിരുന്നു. ഷെയ്ഖിൻ്റെ സഹോദരൻ സുലൈമാൻ ബിൻ അബ്ദുൽ വഹാബ് അദ്ദേഹം പറയാണ്, കാന അബൂഹു യതഅജ്ജബു മിൻ ഫഹ്മിഹി. ഷെയ്ഖിൻ്റെ വാപ്പ അദ്ദേഹം വലിയ ഖാദി മുഫ്തിയൊക്കെ ആയിരുന്നു പറഞ്ഞല്ലോ. സ്വന്തം വാപ്പ മകൻ്റെ ബുദ്ധികൂർമ്മത കാരണം മകനിൽ അത്ഭുതപ്പെടുന്ന അവസ്ഥ ഉണ്ടായി. വയഅ്തരിഫു ബിൽ ഇസ്തിഫാദതി മിൻഹു മഅ സിഗരി സിന്നിഹി. ചെറിയ പ്രായത്തിലാണെങ്കിൽ കൂടി സ്വന്തം മകനിൽ നിന്ന് വാപ്പ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുത്തു എന്ന് ഷെയ്ഖിൻ്റെ സഹോദരൻ പറയാം. ആ ഒരു പ്രായത്തിൽ തന്നെ, ഒരു 10-11 വയസ്സിൻ്റെ ആ ഒരു പ്രായത്തിൽ ഷെയ്ഖ് റഹിമഹുല്ലാ സ്വന്തം വാപ്പയുമായും അതുപോലെ തന്നെ വാപ്പയുടെ സഹോദരങ്ങളുമായും വൈജ്ഞാനിക ചർച്ചകളിൽ ഏർപ്പെടാറുണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. 12 വയസ്സായപ്പോൾ ഷെയ്ഖ് റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ വാപ്പ നാട്ടിലെ പള്ളിയിലെ ഇമാമായി തിരഞ്ഞെടുത്തു. 12ാമത്തെ വയസ്സിൽ ഹജ്ജ് നിർവഹിക്കാനായി അദ്ദേഹം മക്കയിലേക്ക് പുറപ്പെട്ടു. ഹജ്ജ് കർമ്മത്തിന് ശേഷം അദ്ദേഹം മക്കയിലും മദീനയിലുമായി 2 മാസം താമസിച്ചു. പിന്നീട് ഉയൈനയിലെത്തി. അങ്ങനെ ആ 2 മാസത്തിനിടയിൽ മക്കയിലും മദീനയിലുമുള്ള ഒരുപാട് പണ്ഡിതന്മാരിൽ നിന്ന് അദ്ദേഹം അറിവ് സ്വീകരിക്കുകയുണ്ടായി. വീണ്ടും പല തവണയായി മക്കയിലേക്കും മദീനയിലേക്കും ഒക്കെ ഇൽമു പഠിക്കുന്നതിന് വേണ്ടി അദ്ദേഹം യാത്ര ചെയ്തിട്ടുണ്ട്. ബഗ്ദാദിലേക്ക് പോയിട്ടുണ്ട്, ബസ്രയിലേക്ക് പോയിട്ടുണ്ട്. പല തവണയായി, പല ഘട്ടങ്ങളിലായി ഷെയ്ഖ് റഹിമഹുല്ലാ അറിയപ്പെട്ട പണ്ഡിതന്മാരിൽ നിന്നും അറിവ് സ്വീകരിക്കുന്നതിന് വേണ്ടി ധാരാളം യാത്ര ചെയ്തത് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ ശ്രദ്ധേയമായി നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ജനങ്ങളിൽ കണ്ടിരുന്ന ആ കാലഘട്ടത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് വഴികേടുകൾ അദ്ദേഹം കാണുകയും അതിനൊക്കെ ചെറിയ രൂപത്തിൽ അദ്ദേഹം എതിർത്തു വരികയും ചെയ്യാറുണ്ടായിരുന്നു.
ശരിയായ തൗഹീദ്, എന്താണ് യഥാർത്ഥത്തിൽ ദീൻ, എന്താണ് ഇസ്ലാമിൻ്റെ ആദർശം, ഈ അന്ധവിശ്വാസങ്ങളുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്ന് അദ്ദേഹം ദഅവത്ത് ചെയ്തുകൊണ്ടിരുന്നു. അദ്ദേഹം ദഅവത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അത് അദ്ദേഹത്തിൻ്റെ ഉസ്താദുമാർക്കും ശരിയായി തോന്നുകയുണ്ടായി. ആ ഉസ്താദുമാരിൽ ചിലർ അദ്ദേഹത്തിനെ പിന്തുണക്കുകയുമുണ്ടായി. എന്നാൽ ദഅവത്തുമായി മുന്നോട്ട് പോയപ്പോൾ സമൂഹത്തിലുണ്ടായിരുന്ന ഒരുപാട് തിന്മകളെ എതിർക്കുമ്പോൾ സ്വാഭാവികമായും പ്രശ്നങ്ങളുണ്ടായപ്പോൾ ഷെയ്ഖിനെതിരെ ഒരുപാട് ഉപദ്രവങ്ങൾ ആളുകൾ അഴിച്ചുവിടാൻ തുടങ്ങി. അങ്ങനെ അദ്ദേഹത്തിന് അവിടെ നിന്ന് ദഅവത്ത് നിർത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ്. ഷെയ്ഖിനെ അവിടെ തുടരാൻ അനുവദിച്ചില്ല. അദ്ദേഹത്തിനെ ഒരു നട്ടുച്ച സമയത്ത് അവിടെ നിന്ന് പുറത്താക്കുകയുണ്ടായി, ബസ്രയിൽ നിന്ന് പുറത്താക്കുകയുണ്ടായി. അങ്ങനെ ഷെയ്ഖ് റഹിമഹുല്ലാ അദ്ദേഹം അവിടെ നിന്ന് ഒറ്റക്ക് കാൽനടയായി അവിടുന്ന് യാത്ര ചെയ്തു. അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള വിഭവങ്ങളെല്ലാം തീർന്നു പോയപ്പോൾ അദ്ദേഹം വഴിയിൽ യാത്രയിൽ മരിച്ചു വീഴുമോ എന്ന് വരെ ഭയപ്പെട്ടു. അങ്ങനെ ഒരു അവസ്ഥയിൽ ഷെയ്ഖിനെ കണ്ടുമുട്ടി അബൂ ഹുമൈദാൻ എന്ന് പറയുന്ന വ്യക്തി ഷെയ്ഖിനെ സഹായിക്കുകയും അദ്ദേഹത്തിന് വെള്ളം നൽകുകയും തൻ്റെ വാഹനപ്പുറത്ത് കഴുതപ്പുറത്ത് കയറ്റി ഇറാഖിലെ ഒരു പ്രദേശത്ത് ഇറക്കുകയും ചെയ്തു. പിന്നീട് ഷെയ്ഖ് റഹിമഹുല്ലാ ഒരുപാട് വീണ്ടും യാത്ര ചെയ്തു. അദ്ദേഹം യാത്ര ചെയ്ത് ഒരുപാട് അറിവുകൾ സംഭരിച്ചു. ആ സംഭരിച്ച അറിവുകൾ വെച്ച് ഷെയ്ഖ് റഹിമഹുല്ല വീണ്ടും ദഅവത്ത് ചെയ്യുവാൻ വേണ്ടി ആരംഭിച്ചു. മുൻഗാമികളായ ഉലമാക്കളുടെ കിതാബുകൾ അത് ചടഞ്ഞിരിഞ്ഞ് വായിച്ചു പഠിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ അവയിൽ പലതും പകർത്തി എഴുതി. അതിനോടൊപ്പം ഷെയ്ഖ് റഹിമഹുല്ല ശിർക്കിനെതിരെയും ബിദ്അത്തുകൾക്കെതിരെ ദഅവത്ത് ആരംഭിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ഷെയ്ഖ് റഹിമഹുല്ല അറിവ് തേടി ബഗ്ദാദിലേക്കും യാത്ര ചെയ്തതായി ചരിത്രങ്ങളിൽ കാണാൻ സാധിക്കും. എത്രത്തോളം എന്ന് വെച്ചാൽ ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ ഖാസിം ഹഫിദഹുല്ലാ, ഇന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ മസ്ജിദുൻ നബവിയിലെ മുദരിസും ഇമാമും ഖതീബുമായി അദ്ദേഹം പറയുകയാണ്, ഷെയ്ഖ് റഹിമഹുല്ല അദ്ദേഹം അറിവ് തേടി 20,000 കിലോമീറ്റർ അതിനേക്കാൾ കൂടുതൽ കാൽനടയായി സഞ്ചരിച്ചിട്ടുണ്ടാകും. വളരെ കുറഞ്ഞ കാലയളവിൽ അദ്ദേഹം ഇൽമിനും ദഅവത്തിനും വേണ്ടി ഈ രൂപത്തിൽ കഷ്ടപ്പെട്ട് യാത്ര ചെയ്തിട്ടുണ്ട് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്. പ്രമുഖരായ പല പണ്ഡിതന്മാരിൽ നിന്നും അദ്ദേഹം ഹദീസും മറ്റു കാര്യങ്ങളും പഠിച്ചെടുക്കുകയുണ്ടായി. അദ്ദേഹം അറബി ഭാഷയും അതുപോലെ തന്നെ കർമ്മശാസ്ത്രവും അതുപോലെ തന്നെ അഖീദയും തൗഹീദും എല്ലാം നല്ല രൂപത്തിൽ പഠിച്ച് എടുക്കുകയുണ്ടായി. ഇത് ആവർത്തിച്ച് പറയുന്നതിനുള്ള കാരണം, പല ആളുകളും ഷെയ്ഖ് റഹിമഹുല്ല അദ്ദേഹത്തിനെ കുറിച്ച് പറയുന്ന ഒരു ആരോപണം, ഷെയ്ഖിന് മുൻഗാമികളായ പണ്ഡിതന്മാർ അവരുടെ വാദങ്ങളുമായി യാതൊരു പിൻബലവും ഷെയ്ഖിനില്ല. അദ്ദേഹം പുതുതായ ഒരു കാര്യം, അഞ്ചാമതൊരു മദ്ഹബ് കൊണ്ടുവന്നിരിക്കുകയാണ് എന്നൊക്കെയാണ് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലയുമായി ബന്ധപ്പെട്ട ആളുകൾ ആരോപണം പറയുന്നത്. യഥാർത്ഥത്തിൽ ഷെയ്ഖ് റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ആരോപണം അത് കളവാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ തന്നെ മുതിർന്ന പണ്ഡിതന്മാരിൽ നിന്നും അദ്ദേഹം അറിവ് സ്വീകരിച്ചിട്ടുണ്ട്. ഫിഖ്ഹും ഹദീസും തുടങ്ങിയ വിജ്ഞാന ശാഖകൾ, അതുപോലെ തന്നെ അറബി ഭാഷ, അതൊക്കെ കൃത്യമായി യഥാർത്ഥ സ്രോതസ്സുകളിൽ നിന്ന് തന്നെ അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ട്. പല കിതാബുകളുടെയും പരമ്പരയിൽ അദ്ദേഹം കണ്ണിയായി ചേർന്നിട്ടുമുണ്ട്. പല മുൻഗാമികൾ സ്വഹീഹുൽ ബുഖാരി പോലെയുള്ള കിതാബുകൾ അദ്ദേഹം പകർത്തി എഴുതിയിട്ടുണ്ട്. മുൻഗാമികളുടെ കിതാബുകൾ അദ്ദേഹം നന്നായി പഠിച്ച പണ്ഡിതനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഈ കാര്യം ഊന്നി പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഷെയ്ഖ് റഹിമഹുല്ലാ അദ്ദേഹം ദഅവത്ത് ആരംഭിച്ചു. അദ്ദേഹം ശരിയായ ദഅവത്ത് ആരംഭിച്ചു. ഈ പറയുന്ന വ്യാജന്മാരായ ആരാധ്യന്മാർ, അതുപോലെ തന്നെ ജാറങ്ങൾ, കുബ്ബകൾ, ഇവരെ ഒന്നും ഇലാഹാക്കുവാൻ പാടില്ല. യഥാർത്ഥ ഇലാഹായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവങ്കിലേക്ക് നിങ്ങൾ മടങ്ങണം എന്ന് ഷെയ്ഖ് റഹിമഹുല്ലാ നിരന്തരമായി ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് അത് ഉന്നതിയിലെത്തണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് പ്രചരിക്കണം. ജനങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശം സ്വീകരിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി അദ്ദേഹം ദഅവത്തിൻ്റെ കാര്യത്തിൽ പരിശ്രമിക്കാൻ തുടങ്ങി. ഒരുപാട് പ്രയാസങ്ങൾ സ്വന്തം നാട്ടിൽ നിന്നും കുടുംബത്തിൽ നിന്നും വരെ അദ്ദേഹത്തിനുണ്ടായി. അദ്ദേഹത്തിന് അതൊന്നും പിന്നോട്ടടിച്ചില്ല, അതൊന്നും അദ്ദേഹത്തിനെ തളർത്തിയില്ല. ഹിജ്റ 1153 അദ്ദേഹത്തിൻ്റെ വാപ്പ മരണപ്പെടുകയുണ്ടായി.
അതിനുശേഷം ഷെയ്ഖ് റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ ദഅവത്തിൻ്റെ കാര്യങ്ങൾ കൂടുതൽ ശക്തമാക്കി. നജ്ദിൻ്റെ തന്നെ പല ദിക്കുകളിലേക്ക് അദ്ദേഹം തൗഹീദ് വിവരിച്ചുകൊണ്ട് എഴുത്തുകൾ അയച്ചു. അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണം. അതുപോലെ തന്നെ സ്വാലിഹീങ്ങളായ ആളുകളെ, വിഗ്രഹങ്ങളെ, മരങ്ങളെ, അവരിൽ നിന്നൊക്കെ ജനങ്ങളെ അദ്ദേഹം അകറ്റാൻ തുടങ്ങി. അതിൽ നിന്നൊക്കെ ജനങ്ങളെ വിലക്കാൻ തുടങ്ങി. അങ്ങനെ അദ്ദേഹം കിതാബുകൾ രചിക്കാൻ തുടങ്ങി. ഹുറൈമില എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ച് അദ്ദേഹം കിതാബു തൗഹീദ് എന്ന അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ കിതാബ് രചിക്കുകയുണ്ടായി. പണ്ഡിതന്മാർ ആ കിതാബിനെ കുറിച്ച് വിശദീകരിച്ചതായി കാണാം. ആ കിതാബിൻ്റെ ശൈലി, അതിൻ്റെ ഭാവം, അത് സ്വഹീഹുൽ ബുഖാരിയോട് സാദൃശ്യമുള്ള ഒരു കിതാബിനെ പോലെ തോന്നും. അതുപോലെ തന്നെ 80 ആയത്തുകളും 132 ഹദീസുകളും സ്വഹാബികളുടെയും താബിഈങ്ങളുടേതുമായ 72 അസറുകളും ഉൾക്കൊള്ളുന്ന വളരെ ബൃഹത്തായ ഒരു ഗ്രന്ഥമാണത്. ഇന്ന് വരെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഗ്രന്ഥത്തിന് 200-ൽ പരം ഷർഹുകൾ രചിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ആ കിതാബ് ഇന്നും ലോകത്തിൻ്റെ നാനാദിക്കുകളിൽ പഠിപ്പിക്കപ്പെടുന്നു. മതവിദ്യാർത്ഥികൾ അത് മനഃപ്പാഠമാക്കുന്നു. പണ്ഡിതന്മാർ അതിനെ വിശദീകരിക്കുന്നു. പഠിപ്പിച്ചു കഴിഞ്ഞാൽ വീണ്ടും വിശദമായി പഠിപ്പിക്കുന്നു. പല നാടുകളിലും തൗഹീദിൻ്റെ വെളിച്ചം അതെത്തുവാൻ ആ പുസ്തകം കാരണമായിട്ടുണ്ട് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാൻ സാധിക്കും. വളരെ എളുപ്പത്തിൽ കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഗ്രന്ഥമാണ്. എല്ലാ തൗഹീദിൻ്റെ അടിസ്ഥാനങ്ങളും ചുരുക്കി വിശദീകരിക്കുകയും അതുപോലെ തന്നെ ധാരാളം ഹദീസുകളും ആയത്തുകളും ഒരുമിപ്പിക്കുകയും ചെയ്ത ഒരു ഗ്രന്ഥമാണത്. ഷെയ്ഖ് മറ്റ് ഗ്രന്ഥങ്ങളും എഴുതിയിട്ടുണ്ട്. അഖീദയിലായാലും ഫിഖ്ഹിലായാലും ഹദീസിലായാലും ചരിത്രത്തിലായാലും മറ്റ് പല വിഷയങ്ങളിലും ഷെയ്ഖ് റഹിമഹുള്ള അദ്ദേഹം കിതാബുകൾ രചിച്ചിട്ടുണ്ട്. അദ്ദേഹം ഹുറൈമില എന്ന പ്രദേശത്തിൽ നിന്ന് വീണ്ടും അദ്ദേഹം ഉയൈനയിലേക്ക് പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിലേക്ക് പോവുകയാണ്. നമ്മൾ പറഞ്ഞു അദ്ദേഹം യാത്ര ചെയ്തു. ബസ്രയിൽ വെച്ച് അദ്ദേഹം ദഅവത്ത് തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന് പ്രയാസങ്ങളുണ്ടായി. അദ്ദേഹം ബഗ്ദാദിലേക്കെത്തി. ബഗ്ദാദിൽ നിന്ന് അദ്ദേഹം ഹുറൈമിലായിലേക്ക് പോയി. അവിടെ നിന്ന് വാപ്പയുടെ കൂടെയാണ് അദ്ദേഹം താമസിച്ചിരുന്നത്. വാപ്പ മരണപ്പെട്ടപ്പോൾ ദഅവത്ത് അത് ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ജന്മനാടായ ഉയൈനയിലേക്ക് അദ്ദേഹം തിരിച്ചു വരികയാണ്. ഉയൈനയിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ യാത്ര ആരംഭിക്കുന്നത്. പഠനത്തിനും ദഅവത്തിനുമായി അദ്ദേഹത്തിൻ്റെ യാത്ര ഉയൈനയിൽ നിന്നാണ് ആരംഭിക്കുന്നത്. പിന്നീട് വാപ്പ മരിച്ചപ്പോൾ ഹുറൈമിലായിൽ നിന്ന് അദ്ദേഹം ഉയൈനയിലേക്ക് തിരിച്ചെത്തി. ഉയൈനയിലേക്ക് അദ്ദേഹം തിരിച്ചെത്തുന്നത് അവിടെ ആ ഉയൈന എന്ന പ്രദേശത്തെ അമീറായ ഉസ്മാൻ ഇബ്നു മുഅമ്മർ എന്ന ഭരണാധികാരി ഷെയ്ഖ് റഹിമഹുള്ള അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന പ്രബോധനം സ്വീകരിക്കുകയും ഷെയ്ഖിന് പിന്തുണകൾ നൽകാമെന്ന് വാഗ്ദാനം നൽകുകയും ചെയ്തു. അതുപോലെ തന്നെ ഉയൈന എന്ന സ്ഥലം ഒരു അമീറിൻ്റെ കീഴിൽ വ്യവസ്ഥാപിതമായി ഭരണകൂടമുള്ള ഒരു പ്രദേശമാണ്. അത് ഷെയ്ഖിന് കൂടുതൽ ധൈര്യം നൽകി. കൂടുതൽ ദഅവത്തുമായി മുന്നോട്ട് പോകാൻ അത് ഷെയ്ഖിനെ സഹായിക്കുമെന്ന് ഷെയ്ഖിന് തോന്നി. കാരണം ആ അമീറാണ്, ആ ഒരു ഭരണകൂടത്തിൻ്റെ അമീറാണ് എന്ത് ചെയ്തത്, ഷെയ്ഖിൻ്റെ പ്രബോധനം മനസ്സിലാക്കി അത് സ്വീകരിച്ച് ഷെയ്ഖിനെ ക്ഷണിച്ചിട്ടുള്ളത്. മാത്രമല്ല ഷെയ്ഖിൻ്റെ ജന്മനാടാണ്. കുടുംബപരമായ പശ്ചാത്തലങ്ങൾ, സഹായങ്ങൾ ലഭിക്കുമെന്നുള്ളത് കൊണ്ട് ഷെയ്ഖ് റഹിമഹുള്ള അദ്ദേഹം ഉയൈനയിലേക്ക് തിരിച്ചു വരികയും അവിടെ അമീറിൻ്റെ കീഴിൽ പ്രബോധനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഷെയ്ഖ് റഹിമഹുള്ള ആ അമീറിനോട്, ഭരണാധികാരിയോട് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് അതിൻ്റെ പ്രബോധനത്തിന് വേണ്ടി താങ്കൾ സഹായിക്കുകയാണ് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല താങ്കൾക്ക് വിജയം നൽകും. നജ്ദും അതുപോലെ തന്നെ അവിടുത്തെ ജനങ്ങളും താങ്കൾക്ക് കീഴ്പ്പെടും. ഇത് ഞാൻ ഉറപ്പ് നൽകാം. അല്ലാഹുവിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്ന കാര്യമാണ്. ഷെയ്ഖ് റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ ദഅവത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അമീർ ഉസ്മാൻ ഇബ്നു മുഅമ്മർ അദ്ദേഹം അംഗീകരിച്ചു. അങ്ങനെ അധികാരത്തിൻ്റെ കീഴിൽ പ്രബോധനം ആരംഭിക്കുകയാണ്. അതുപോലെ തന്നെ ശിർക്ക്, ബിദ്അത്തുകൾ, അതുപോലെ തന്നെയുള്ള മറ്റ് അരാജകത്വങ്ങളൊക്കെ ഷെയ്ഖ് റഹിമഹുള്ള ശക്തമായി നീക്കം ചെയ്യുവാൻ വേണ്ടി ആഹ്വാനം ചെയ്തു. അതൊക്കെ നീക്കിക്കളയാൻ, ശിർക്കിൻ്റെയും ബിദ്അത്തിൻ്റെയും കേന്ദ്രങ്ങൾ പൂട്ടിക്കുവാൻ ഷെയ്ഖ് റഹിമഹുള്ള അദ്ദേഹം കഠിനമായി അധ്വാനിച്ചു. അങ്ങനെ ഉയൈനയിൽ തൗഹീദിൻ്റെ വെളിച്ചം വീശാൻ തുടങ്ങി. തൗഹീദ് അവിടെ പ്രചരിക്കാൻ തുടങ്ങി. ശിർക്കിൻ്റെ ചിഹ്നങ്ങൾ, ശിർക്കിൻ്റെ കേന്ദ്രങ്ങൾ, ജാറങ്ങൾ, മക്ബറകൾ, ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്നതിനുമാണ് ആളുകൾ നേർച്ച വഴിപാടുകളുമായി പോകുന്ന സ്ഥലങ്ങൾ, ഇതൊക്കെ ഷെയ്ഖ് റഹിമഹുള്ള അദ്ദേഹം നശിപ്പിക്കുകയുണ്ടായി. ഇതൊക്കെ നശിപ്പിച്ചു, കുറേ കുബ്ബ തകർത്തു, ഖബർ പൊളിച്ചു എന്നൊക്കെ പറയുമ്പോഴാണ് ചില ആളുകൾക്ക് പ്രശ്നം ഉണ്ടാകുന്നത്. അത് ഷെയ്ഖ് റഹിമഹുള്ള
ഒരു അമീറിൻ്റെ കീഴിൽ, ഒരു ഭരണകൂടത്തിൻ്റെ കീഴിലാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അതല്ലാതെ കടന്നാക്രമിച്ച് ഒരുപാട് മുസ്ലിമീങ്ങളെ വധിക്കുകയോ അവിടുത്തെ ഭരണം പിടിച്ചുകൂടാൻ വേണ്ടി അദ്ദേഹം തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുകയോ അല്ല ചെയ്തത്. ഇന്ന് നമ്മുടെ നാട്ടിൽ റഹ്മത്തുള്ള ഖാസിമിയെ പോലെയുള്ള പിഴച്ച പ്രബോധകന്മാർ അവർ പറഞ്ഞ് നടക്കുന്നത് എന്താണ്? അവരങ്ങനെ പാടി പറഞ്ഞ് പ്രസംഗിച്ച് നടക്കുന്നത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ഇസ്ലാമിൻ്റെ ഒരുപാട് ചിഹ്നങ്ങളെ തകർത്തു, ഒരുപാട് മുസ്ലിമീങ്ങളെ കൊലപ്പെടുത്തുകയുണ്ടായി, കടന്നാക്രമിച്ചു എന്നൊക്കെ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. യഥാർത്ഥത്തിൽ ഷെയ്ഖ് റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ ചരിത്രം മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? അദ്ദേഹത്തിൻ്റെ പ്രബോധനം സ്വീകരിച്ച് അമീർ അദ്ദേഹത്തിനെ സഹായിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഷെയ്ഖ് റഹിമഹുള്ള അവിടെ പോവുകയും ഒരു ഭരണകൂടത്തിൻ്റെ കീഴിൽ പ്രബോധനം ആരംഭിക്കുകയും അങ്ങനെ ജനങ്ങൾ തൗഹീദ് സ്വീകരിച്ചതിൻ്റെ ഫലമായി ഷെയ്ഖ് റഹിമഹുള്ള അവിടുത്തെ ശിർക്കിൻ്റെ കേന്ദ്രങ്ങൾ, അടയാളങ്ങൾ, ചിഹ്നങ്ങൾ അദ്ദേഹത്തിൻ്റെ കൈകൊണ്ട് നശിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതൊരു യാഥാർത്ഥ്യം. ഇനി ഷെയ്ഖ് റഹിമഹുള്ള അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് തെറ്റാകുമോ? ഒരു ഭരണകൂടത്തിൻ്റെ കീഴിൽ തന്നെ അത് ചെയ്താൽ അതെങ്ങനെ ശരിയാവുക? ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യമല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കം ഫത്ഹ് ലഭിച്ചപ്പോൾ എന്താണ് പറഞ്ഞത്? ലാ തദഅ തിംസാലൻ ഇല്ലാ തമസ്തഹു വലാ ഖബറൻ മുശ്രിഫൻ ഇല്ലാ സവൈതഹു. സ്വഹാബിമാരോട് പറഞ്ഞ കാര്യമാണ്. ഒരു പ്രതിമയെയും അടിച്ച് നിരപ്പാക്കാതെ തകർത്ത് കളയാതെ നിങ്ങൾ ഒഴിവാക്കരുത്. വലാ ഖബറൻ മുശ്രിഫൻ ഇല്ലാ സവൈതഹു, പൊന്തി നിൽക്കുന്ന ഒരു ഖബറിനെയും നിങ്ങൾ നിരപ്പാക്കാതെ വിടരുത്. അതുതന്നെയാണ് ഷെയ്ഖ് റഹിമഹുള്ള അദ്ദേഹം ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ കീഴിൽ അദ്ദേഹം കാഴ്ചവെച്ചത്. അത് തന്നെയാണ്. അദ്ദേഹത്തിന് പേടിയുണ്ടായിരുന്നു ആളുകൾ ആക്രമിക്കുമോ എന്ന്. പേടിയുണ്ടായിരുന്നത് കൊണ്ട് തന്നെ സന്നാഹങ്ങളുമായി, സൈന്യവുമായി പോയിക്കൊണ്ടാണ് ഷെയ്ഖ് റഹിമഹുള്ള അവിടെയുള്ള ആ ചിഹ്നങ്ങൾ തകർത്തത്. ആ സൈന്യവുമായി പോയി ഷെയ്ഖ് സ്വന്തം കൈകൊണ്ട് തന്നെയാണ് അത് തകർത്ത് കളഞ്ഞത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അതുമായി ബന്ധപ്പെട്ട് ഇനി അത് തകർത്ത് കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് അദ്ദേഹം പേടിച്ചു. പക്ഷേ നല്ലതല്ലാതെ ഒന്നും തന്നെ സംഭവിച്ചില്ല എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുകയാണ്, അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തുകയാണ്. ശേഷം അദ്ദേഹം ജമാഅത്ത് നിസ്കാരം നടപ്പിലാക്കി. ജമാഅത്ത് നിസ്കാരത്തിൽ പങ്കെടുക്കാത്ത ആളുകൾക്ക് അദ്ദേഹം ശിക്ഷാമുറകൾ അവിടെ നിയമിച്ചു. അതുപോലെ തന്നെ ഭരണാധികാരികൾ ജനങ്ങളിൽ നിന്ന് വാങ്ങിയിരുന്ന നികുതിയും മറ്റൊക്കെ ഷെയ്ഖ് റഹിമഹുള്ള നിർത്തലാക്കുകയും സക്കാത്തിൻ്റെ കാര്യം വ്യവസ്ഥാപിതമായി അവിടെ സ്ഥാപിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. പിന്നീട് ഷെയ്ഖ് റഹിമഹുള്ള ഉയൈന ഉപേക്ഷിക്കുകയാണ്. ഉയൈന ഉപേക്ഷിക്കാനുള്ള കാരണം അവിടെ ശക്തമായ ദഅവത്ത് പടർന്നു പന്തലിച്ചപ്പോൾ തിന്മയുടെ ആളുകൾ, ഇതൊന്നും കണ്ണിൽ പിടിക്കാത്ത ആളുകൾ ഷെയ്ഖിനെതിരെ കുപ്രചരണങ്ങളുമായി അടുത്ത പ്രദേശത്തുള്ള ഭരണാധികാരികൾക്ക് കത്തയക്കുക ഉണ്ടായി. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അൻ ലാ أشهد أن محمدًا رسول الله، أشهد أن محمدًا رسول الله. حي على الصلاة، حي على الصلاة، حي على الفلاح، حي على الفلاح. الله أكبر، الله أكبر، لا إله إلا
ഉയൈനയിൽ ഷെയ്ഖ് റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ പ്രബോധനം ശക്തമായി തുടർന്നുകൊണ്ടിരുന്നപ്പോൾ മോശമായ ആളുകൾ, തിന്മയുടെ ആളുകൾ അവർ ഷെയ്ഖിനെതിരെ ശക്തമായ രീതിയിൽ കുപ്രചരണങ്ങൾ അഴിച്ചുവിടാൻ തുടങ്ങി. അവരിൽ ചില ആളുകൾ അഹ്സായിൽ അമീറായിരുന്ന സുലൈമാൻ ഇബ്നു ഉമൈറിൻ്റെ അരികിൽ ഷെയ്ഖിനെ കുറിച്ച് ഒരുപാട് മോശമായ കാര്യങ്ങൾ എത്തിച്ചു. ഷെയ്ഖിനെതിരെ ഈ പറഞ്ഞ കുറച്ചപ്പുറത്തുള്ള ഒരു പ്രദേശത്തെ അഹ്സായിൽ അമീറിനെ ഷെയ്ഖിനെതിരെ തിരിച്ചുവിടാൻ ഒരുപാട് പരിശ്രമിക്കുകയും അതിനെ തുടർന്ന് ഉയൈനയിലെ ഭരണാധികാരിക്ക് അഹ്സായിലെ അമീറായ സുലൈമാൻ ഇബ്നു ഉറൈഇൻ്റെ കത്ത് എത്തുകയുണ്ടായി. അദ്ദേഹം ശക്തമായ ഭാഷയിൽ ഉയൈനയിലെ അമീറിനോട് പറഞ്ഞു, ഈ ശക്തമായ രീതിയിൽ ദീനിൻ്റെ കാര്യങ്ങൾ നടപ്പിലാക്കുന്ന ഇയാളെ ഒന്നല്ലെങ്കിൽ താങ്കൾ തന്നെ കൊന്നുകളയണം, അതല്ലെങ്കിൽ ഞങ്ങൾ അഹ്സായിൽ നിന്ന് താങ്കൾക്ക് തരുന്ന ആനുകൂല്യങ്ങൾ, സാമ്പത്തികമായ വിഹിതങ്ങൾ അത് നിർത്തലാക്കും എന്ന് അദ്ദേഹം ഭീഷണിപ്പെടുത്തി. അഹ്സായിൽ നിന്നാകട്ടെ ഉയൈനയിലേക്ക് ഒരുപാട് സമ്പത്ത് ലഭിക്കാറുണ്ടായിരുന്നു. മറ്റ് വിഭവങ്ങൾക്ക് പുറമെ പണമായി തന്നെ ഒരു കൊല്ലത്തിൽ 1200 ദീനാർ എല്ലാ വർഷവും ഉയൈനയിലേക്ക് ഈ അമീർ നൽകാറുണ്ടായിരുന്നു. ഒന്നല്ലെങ്കിൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമുള്ള അദ്ദേഹത്തെ വധിച്ചു കളയുക, അതല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ അഹ്സായിൽ നിന്നുള്ളൊരു വിഹിതം അത് നിർത്തലാക്കും എന്ന് ഭീഷണിപ്പെടുത്തി. ഇത് വായിച്ച ഉയൈനയിലെ അമീർ, അദ്ദേഹത്തിന് മനസ്സിൽ ഒരുപാട് ബേജാറുണ്ടായി, പേടിയുണ്ടായി. അദ്ദേഹം വിവരം ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമുള്ള അറിയിച്ചു. അപ്പോൾ ഷെയ്ഖ് റഹിമുള്ള അദ്ദേഹത്തിന് മറുപടി നൽകി, ഇപ്പോൾ താങ്കൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രബോധനം അത് നടത്തിക്കൊണ്ടേയിരിക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഈ കലിമത്ത് അത് താങ്കൾ പ്രബോധനം ചെയ്യുക, നന്മ വിലക്കുകയും നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കലും താങ്കൾ മുറുകെ പിടിക്കുക. അഥവാ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രബോധന പ്രവർത്തനങ്ങളുമായി താങ്കൾ മുന്നോട്ട് പോവുക. അങ്ങനെയാണ് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല താങ്കൾക്ക് വിജയം നൽകും എന്ന് ഷെയ്ഖ് റഹിമുള്ള അദ്ദേഹത്തിന് സമാധാനിപ്പിച്ചു കൊടുത്തു. അതുകൊണ്ട് താങ്കൾ സുലൈമാനിൻ്റെ അടുക്കൽ നിന്ന് വന്ന ഭീഷണികൾ അത് കാര്യമാക്കേണ്ട, അള്ളാഹുവിൻ്റെ സഹായമുണ്ടാകും. ഇത് കേട്ടപ്പോൾ ഉയൈനയിലെ അമീറിന് കുറച്ച് ആശ്വാസമുണ്ടായെങ്കിലും അത് കുറച്ച് സമയത്തേക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വീണ്ടും ഉയൈനയിലെ അമീർ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമുള്ളക്ക് എഴുതി അയച്ചു, സുലൈമാൻ എന്നോട് പറഞ്ഞത് താങ്കളെ വധിക്കാനാണ്. പക്ഷേ ഈ നാട്ടിൽ നിന്ന് വധിക്കുക എന്ന് പറഞ്ഞാൽ അത് താങ്കളോട് കാണിക്കുന്ന മര്യാദകേടാണ്. അദ്ദേഹത്തിൻ്റെ കൽപ്പനയാകട്ടെ ധിക്കരിക്കാനും പറ്റില്ല. അതുകൊണ്ട് താങ്കളുടെ കാര്യം നോക്കി ഇവിടെ നിന്ന് പോകണം എന്ന് ഉയൈനയിലെ അമീർ ഷെയ്ഖ് റഹിമുള്ള അദ്ദേഹത്തിനോട് പറയുകയുണ്ടായി. അങ്ങനെ ഷെയ്ഖ് റഹിമുള്ള പിന്നീട് ദിറഇയ്യയിലേക്ക് അദ്ദേഹം പോവുകയാണ്. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ, ആരെങ്കിലും അള്ളാഹുവിനെ ഭയപ്പെട്ടാൽ അള്ളാഹു അവന് ഒരു തുറവി ഉണ്ടാക്കി കൊടുക്കും. അതുപോലെ തന്നെ എല്ലാ എളുപ്പത്തിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല, അള്ളാഹു എല്ലാ ഞെരുക്കത്തിൽ നിന്നും അള്ളാഹു അവന് എളുപ്പമുണ്ടാക്കി കൊടുക്കും. ഈ ആയത്ത് പാരായണം ചെയ്തുകൊണ്ട് അദ്ദേഹം യാത്ര തുടർന്നു. അദ്ദേഹം ദിറഇയ്യയെ ലക്ഷ്യം വെച്ചുകൊണ്ട് യാത്ര ചെയ്തു. ദിറഇയ്യയിലേക്ക് ഒരു വൈകുന്നേര സമയം പ്രവേശിച്ചു. അവിടെ അബ്ദുല്ലാഹി ഇബ്നു സുവൈലിം എന്ന് പറയുന്ന വ്യക്തിയുടെ അരികിൽ താമസിച്ചു. അദ്ദേഹത്തിനെ പൂർണ്ണ മനസ്സോടുകൂടി ഈ വ്യക്തി സ്വീകരിക്കുകയും അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തു. എന്നാൽ അദ്ദേഹത്തിനെ സ്വീകരിച്ച ഈ വ്യക്തിക്ക് ദിറഇയ്യയിലെ ഭരണാധികാരിയായ മുഹമ്മദ് ബിൻ സഊദ് അദ്ദേഹത്തിൻ്റെ അരികിൽ നിന്ന് വല്ല പ്രയാസങ്ങളും ഉണ്ടാകുമോ എന്ന് അദ്ദേഹം ഭയപ്പെട്ടുകൊണ്ടേയിരുന്നു. ഷെയ്ഖ് റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞു, താങ്കൾക്കും എനിക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല വൈകാതെ ഒരു എളുപ്പം നൽകും, അതിനുവേണ്ടി കാത്തിരിക്കാം എന്ന് അദ്ദേഹത്തിനോട് പറയുകയുണ്ടായി. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ, ഈ വ്യക്തിയുടെ വീട്ടിൽ തൗഹീദിൻ്റെ പഠനങ്ങളും തൗഹീദിൻ്റെ ദഅവത്തും ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ച് തന്നെ തുടർന്നുകൊണ്ടിരുന്നു. ആ നാട്ടിലെ പൊതുജനങ്ങളും അതുപോലെ തന്നെ വിദ്യാർത്ഥികളും പണ്ഡിതന്മാരൊക്കെ ഷെയ്ഖിൻ്റെ വീട്, ആ ഷെയ്ഖ് താമസിക്കുന്ന വീട്ടിലേക്ക് ഷെയ്ഖിനെ ലക്ഷ്യം വെച്ച് എത്തിത്തുടങ്ങി. എന്നാൽ ഷെയ്ഖ് റഹിമഹുള്ള അദ്ദേഹം ആ വീട്ടിൽ മാത്രം പഠിപ്പിക്കൽ ദഅവത്ത് അത് ചുരുങ്ങിക്കൂടുന്നതിന് ഷെയ്ഖ് റഹിമഹുള്ള അദ്ദേഹത്തിന് താല്പര്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആ നാട്ടിലെ ഭരണാധികാരി അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് എത്തുകയും അദ്ദേഹത്തിനോട് ഈ ദഅവത്തിനെ കുറിച്ച് പറയുകയും അദ്ദേഹത്തിൻ്റെ ഭരണത്തിൻ്റെ കീഴിൽ പ്രബോധനം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യണം എന്ന ആഗ്രഹത്തോടു കൂടി ഷെയ്ഖ് റഹിമഹുള്ള ആദ്യം മുഹമ്മദ് ബിൻ സഊദ് റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ
സഹോദരങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി. ആ സഹോദരന്മാർ മുഹമ്മദ് ബിൻ സഊദ് റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായി കാര്യം സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ ഭാര്യ അങ്ങേറ്റം ബുദ്ധിയുള്ള സ്ത്രീയായിരുന്നു, അതുപോലെ തന്നെ ദീനി നിഷ്ഠയുമുള്ള സ്ത്രീയായിരുന്നു. അവരെന്ത് ചെയ്തു? ഷെയ്ഖ് റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ ദഅവത്തിനെ കുറിച്ച് അമീറായ മുഹമ്മദ് ബിൻ സഊദ് റഹിമഹുല്ലാ അദ്ദേഹത്തിനോട് പറഞ്ഞു കൊടുത്തു. നിങ്ങളുടെ അരികിലേക്ക് വന്നിട്ടുള്ള ഈ വ്യക്തി അയാൾ താങ്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവന്ന ഒരു നിധിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിനെ ആദരിക്കണം, സ്വീകരിക്കണം, അദ്ദേഹത്തിന് വേണ്ട പിന്തുണ നൽകണം. ഈ അവസരം താങ്കൾ ഉപയോഗപ്പെടുത്തണം എന്ന് പറഞ്ഞു. മുഹമ്മദ് ബിൻ സഊദ് റഹിമഹുല്ലാ അദ്ദേഹമാകട്ടെ നല്ല സ്വഭാവത്തിൻ്റെ ഉടമയായിരുന്നു. ആ ഭാര്യയുടെ സംസാരം ഷെയ്ഖ് റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ മനസ്സിനെ സ്വാധീനിച്ചു. മുഹമ്മദ് ബിൻ സഊദ് റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ മനസ്സിനെ സ്വാധീനിച്ചു. അധികം വൈകാതെ മുഹമ്മദ് ബിൻ സഊദ് റഹിമഹുല്ലയും ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലയും കൂടിക്കാഴ്ച നടത്തി. ഷെയ്ഖ് റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ ദഅവത്തിൻ്റെ രീതികൾ, ശൈലികൾ, ദഅവത്തിൻ്റെ കാര്യങ്ങൾ മുഹമ്മദ് ബിൻ സഊദ് റഹിമഹുല്ല അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു. ആ ഹക്ക് കേട്ടപ്പോൾ, ദഅവത്തിൻ്റെ രീതികൾ മനസ്സിലാക്കിയപ്പോൾ ഇത് തന്നെയാണ് ശരിയായ ഇസ്ലാമിക ദഅവത്ത്, പ്രബോധനം എന്ന് മുഹമ്മദ് ബിൻ സഊദ് അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം അത് അംഗീകരിച്ചു. അങ്ങനെ 1157 ഹിജ്റ 1157 കിതാബും സുന്നത്തും അനുസരിച്ച് പ്രവർത്തിക്കാനും നന്മ കൽപ്പിക്കാനും തിന്മ വിലക്കാനും ശരിയായ ദീനിൻ്റെ അടിസ്ഥാനത്തിൽ നിലകൊള്ളുവാനും ഇവർ രണ്ടുപേരും ഉടമ്പടിയിലായി. അവർ രണ്ടുപേരും കരാറിലായി. സഊദി ഭരണകൂടത്തിൻ്റെ അടിസ്ഥാനപരമായ ഒരു ഉടമ്പടിയായിരുന്നു അത്. തൗഹീദിൻ്റെ പ്രബോധനം, നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക, ഖുർആനും സുന്നത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിൽ നിലകൊള്ളുവാൻ ഇരുവരും കരാറിലായി. അവിടെ നിന്നാണ് തൗഹീദിൻ്റെ പ്രബോധനം അവിടെ ആരംഭിക്കുന്നത്, റഈയയിൽ ആരംഭിക്കുന്നത്. അങ്ങനെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ ആലു സഊദ് റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ പിന്തുണ ലഭിച്ചതോടുകൂടി ഷെയ്ഖ് റഹിമഹുല്ല കൂട്ടമായും ഒറ്റക്കായും ജനങ്ങളെ തൗഹീദിലേക്ക് ക്ഷണിച്ചു. ജനങ്ങൾ പല പ്രദേശത്തു നിന്നും ഷെയ്ഖിൻ്റെ അരികിലേക്ക് ഒഴുകിയെത്തി. അദ്ദേഹം വന്ന ഉയൈനയിൽ നിന്നും ഷെയ്ഖിൻ്റെ വിദ്യാർത്ഥികളും മറ്റും സംഘങ്ങളായി ഷെയ്ഖ് റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് വന്നു. അതുപോലെ തന്നെ ദഅവത്ത് ശക്തമായി വരുന്നതിനോടൊപ്പം ഒരുപാട് പ്രയാസങ്ങൾ അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്നു. പക്ഷെ അദ്ദേഹം അതൊന്നും കണക്കാക്കില്ല, അതൊന്നും പരിഗണിച്ചില്ല. തൗഹീദിൻ്റെ ദഅവത്ത്, അതിൻ്റെ കാര്യത്തിൽ അദ്ദേഹം മുന്നോട്ട് തന്നെ നീങ്ങി. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഷെയ്ഖിനും അദ്ദേഹത്തിൻ്റെ എതിരാളികൾക്കുമിടയിൽ സായുധമായി ഒരു പോരാട്ടങ്ങളും ഉണ്ടായിട്ടില്ല. വലിയ ഒരു വിഭാഗം ജനങ്ങളിലേക്ക് അദ്ദേഹം ദഅവത്ത് എത്തിച്ചത് ദർസുകളിലൂടെയും കിതാബുകളിലൂടെയും അതുപോലെ തന്നെ സംസാരങ്ങളിലൂടെയുമാണ്. സായുധമായി പോരാട്ടം ഉണ്ടാകുന്നതിനുള്ള കാരണങ്ങൾ അത് വേറെയാണ്. ഷെയ്ഖ് റഹിമഹുല്ല ഒരിക്കലും അങ്ങോട്ട് യുദ്ധത്തിന് പോയിട്ടില്ല. അവരിങ്ങോട്ട് കടന്നാക്രമിക്കുകയും അക്രമങ്ങളും അതിക്രമങ്ങളും ഇങ്ങോട്ടാണ് ചെയ്തിട്ടുള്ളത്. ഷെയ്ഖ് റഹിമഹുല്ല അദ്ദേഹം ഒരിക്കലും അങ്ങോട്ട് കടന്നാക്രമിച്ചിട്ടില്ല എന്ന് ചരിത്രപരമായ പണ്ഡിതന്മാർ വിശദീകരിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ തൗഹീദ് അള്ളാഹുവിൻ്റെ തൗഫീഖോടുകൂടി ജനങ്ങളിൽ ഒരുപാട് വലിയ രൂപത്തിൽ പ്രചരിക്കാൻ കാരണമായി. ഷെയ്ഖ് റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ സ്വാധീനം, അദ്ദേഹത്തിൻ്റെ സ്വീകാര്യത, അത് തൗഹീദ് പ്രചരിക്കാനുള്ള വലിയ ഒരു കാരണമായിരുന്നു എന്നും നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക. അതിനിടയിൽ ഉയൈനയിലെ ഷെയ്ഖ് റഹിമഹുല്ല അദ്ദേഹത്തിനെ പുറത്തു പോകാൻ പറഞ്ഞ ഭരണാധികാരി ഷെയ്ഖിനെ തേടി തിരിച്ചു വന്നു. താങ്കൾ ഉയൈനയിലേക്ക് വരണം, കാരണം ഇവിടെ ദിറഇയ്യയിലെ പ്രബോധനം അത് വളരെ നല്ല രൂപത്തിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർക്ക് അള്ളാഹുവിൻ്റെ സഹായം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ആളുകൾ തൗഹീദ് അത് സ്വീകരിക്കുകയും അവിടെ അവർ ഇസ്സത്തിലാവുകയും ചെയ്യുന്നത് കാണുമ്പോൾ അദ്ദേഹത്തിന് കുറ്റബോധമുണ്ടായി. അദ്ദേഹം തിരിച്ച് ഷെയ്ഖിനെ ഉയൈനയിലേക്ക് തിരിച്ചു വിളിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഷെയ്ഖ് റഹിമഹുല്ല അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരിക്കലും സ്വയമായൊരു തീരുമാനം എടുക്കൂല. മുഹമ്മദ് ബിൻ സഊദ് അദ്ദേഹം എന്നെ അയക്കുകയാണെങ്കിൽ ഞാൻ താങ്കളോടൊപ്പം വരും. എന്നാൽ അദ്ദേഹം ഇവിടെ എന്നെ തുടരാനാണ് എന്നോട് പറയുന്നത് എങ്കിൽ ഞാനിവിടെ തുടരും. കാരണം എന്നെ സഹായിക്കാൻ ആരുമില്ലാത്ത സന്ദർഭത്തിൽ ഈ ദീനിൻ്റെ ദഅവത്തിനെ സഹായിച്ചത് അദ്ദേഹമാണ്. അദ്ദേഹത്തിനെ വിട്ട് ഒരിക്കലും ഞാൻ വരികയില്ല എന്ന് പറഞ്ഞു. എന്നാൽ ഇദ്ദേഹം ഉയൈനയിലെ അമീർ
മുഹമ്മദ് ബിൻ സഊദ് റഹിമഹുല്ലാ അദ്ദേഹവുമായി ശ്രമങ്ങൾ നടത്തി, ഷെയ്ഖിനെ തിരിച്ചു ഉയൈനയിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ നടത്തി. പക്ഷേ മുഹമ്മദ് ബിൻ സഊദ് റഹിമഹുല്ലാ അദ്ദേഹം സമ്മതിച്ചില്ല. എന്ത് വന്നാലും എന്ത് വില കൊടുത്താലും മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലയെ ഇവിടെ തന്നെ തുടർത്തും, അദ്ദേഹത്തിന് വേണ്ട സൗകര്യങ്ങൾ ഇവിടെ തന്നെ ചെയ്തു കൊടുക്കുമെന്ന് മുഹമ്മദ് ബിൻ സഊദ് റഹിമഹുല്ലാ അദ്ദേഹം വ്യക്തമാക്കി. അങ്ങനെ ഷെയ്ഖ് റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ ദർസുകളും പ്രബോധനങ്ങളും സജീവമായി ദിറഇയ്യയിൽ സജീവമായി നടന്നുകൊണ്ടിരുന്നു. ഷെയ്ഖിനെ ലക്ഷ്യം വെച്ച് വരുന്ന വിദ്യാർത്ഥികൾക്ക്, സാധാരണക്കാർക്ക് രാവിലെയും വൈകുന്നേരവും ഒക്കെ ഷെയ്ഖിൻ്റെ ഹലക്കകൾ, ദർസുകൾ നടക്കാൻ തുടങ്ങി. ഷെയ്ഖ് റഹിമഹുല്ലാ പ്രത്യേകം ശ്രദ്ധ കേന്ദ്രീകരിച്ച് തൗഹീദിൻ്റെ വിഷയത്തിലാണ്. കാരണം തൗഹീദുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഒരുപാട് പിഴവുകൾ ഉണ്ടായിരുന്ന സമൂഹമാണ്. അപ്പോൾ അവരെ തൗഹീദ് പഠിപ്പിക്കുകയാണ് ചെയ്തത്. തൗഹീദ് വീണ്ടും വീണ്ടും പഠിപ്പിച്ചുകൊണ്ടിരുന്നു. ഫിഖ്ഹും ഹദീസും അതുപോലെ തന്നെ സ്വഭാവങ്ങളും ഒക്കെ പഠിപ്പിക്കുന്നതിനിടയിലും തൗഹീദും വിശ്വാസപരമായ കാര്യങ്ങളും അദ്ദേഹം ധാരാളമായി പഠിപ്പിച്ചുകൊണ്ടിരുന്നു. ഒരു മുസ്ലിമായ വ്യക്തി അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ അവലംബമാക്കി ജീവിക്കണം. മറ്റൊരാളുടെ മുന്നിലും കീഴ്പ്പെടുകയോ മറ്റൊരാളെയും ഭയപ്പെടുകയോ അവരിലേക്കൊന്നും അഭയം തേടി പോകുകയോ ചെയ്യാൻ പാടില്ല എന്നങ്ങനെയുള്ള തൗഹീദിൻ്റെ ബാലപാഠങ്ങൾ അദ്ദേഹം ആവർത്തിച്ച് പഠിപ്പിച്ചുകൊണ്ടിരുന്നു. അതുപോലെ തന്നെ ബിദ്അത്തുകൾ, അവയെ ഉപേക്ഷിക്കണം, ബിദ്അത്തുകളെ സൂക്ഷിക്കണം എന്ന ആളുകൾക്കിടയിൽ അദ്ദേഹം പ്രഖ്യാപിച്ചു. അദ്ദേഹത്തിൻ്റെ ദഅവത്തായിരുന്നു ഇതൊക്കെ. കാര്യമായും തൗഹീദ്, അതുപോലെ തന്നെ ബിദ്അത്തുകൾക്കെതിരെയുള്ള പ്രബോധനം, അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കണം, ദീനിനെ കുറിച്ച് മനസ്സിലാക്കണം, റസൂലിനെ കുറിച്ച് മനസ്സിലാക്കണം, ഇതൊക്കെ പ്രമാണബദ്ധമായി മനസ്സിലാക്കണം. ഈ അടിസ്ഥാന തത്വങ്ങളാണ് ഷെയ്ഖ് റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ പ്രബോധനത്തിൽ കൂടുതലായും കേന്ദ്രീകരിച്ചിരുന്നത്. തൗഹീദും ശിർക്കും പഠിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാ ദിവസവും രാവിലെയും അതുപോലെ തന്നെ മഗ്രിബിനും ഇശാഇനും ഇടയിലുള്ള സമയത്തും ഷെയ്ഖ് റഹിമഹുല്ലാ ജനങ്ങൾക്കിടയിൽ ആളുകളെ പറഞ്ഞയക്കും. ഇങ്ങനെ തൗഹീദിൻ്റെ പ്രബോധനം സജീവമായി ആളുകൾക്ക് ഹൃദയങ്ങളിലേക്ക് തൗഹീദ് ധാരാളമായി എത്തിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞതുപോലെ ദിറഇയ്യയിലും ഷെയ്ഖ് റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ കീഴിൽ ഈ ഷിർക്കിൻ്റെ ചിഹ്നങ്ങളും ഷിർക്കിൻ്റെ കേന്ദ്രങ്ങളും ഷെയ്ഖ് റഹിമഹുല്ലാ അദ്ദേഹം നശിപ്പിച്ചു. കെട്ടിയുയർത്തിയ ജാറങ്ങൾ, പ്രതിമകൾ, ഈ പറഞ്ഞ രൂപത്തിലുള്ള മരങ്ങൾ, അതൊക്കെ ഷെയ്ഖ് റഹിമഹുല്ലാ അദ്ദേഹം അവിടെ നിന്ന് നീക്കം ചെയ്യുകയുണ്ടായി. അതുപോലെ തന്നെ ഷെയ്ഖ് റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സമൂഹത്തിനോട് പറഞ്ഞൊരു കാര്യമാണ്, അൽ ഹഖ്ഖു ലാ യുഅറഫു ബിർരിജാൽ വലാകിന്ന الرجال യുഅറഫു ബിൽ ഹഖ്. സത്യം മനസ്സിലാക്കേണ്ടത് ഏതെങ്കിലും വ്യക്തികളെ കേന്ദ്രീകരിച്ചാകാൻ പാടില്ല, മറിച്ച് സത്യം അത് സത്യം കൊണ്ടാണ് ആളുകൾ അറിയപ്പെടുന്നത്. സത്യം, ഹക്ക് മനസ്സിലാക്കുന്നത് ആളുകളുടെ അടിസ്ഥാനത്തിലാകാൻ പാടില്ല. പക്ഷേ ഹക്ക് അതുമൂലം ആളുകൾ അവരറിയപ്പെടും എന്നുള്ള ഒരു ആശയം ഷെയ്ഖ് റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സമൂഹത്തിലെ ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. അതുപോലെ തന്നെ ഷെയ്ഖ് റഹിമഹുല്ലാ അദ്ദേഹം മുന്നോട്ട് വെച്ച ഒരു ആശയമാണ്, സത്യം ഒരിക്കലും ഭൂരിപക്ഷം നോക്കി അളക്കാൻ പാടില്ല, സത്യത്തിനെ ഭൂരിപക്ഷം നോക്കി അളക്കുവാൻ പാടില്ല, മറിച്ച് ഹക്ക് പഠിക്കേണ്ടത് ഖുർആനും സുന്നത്തും വെച്ചാണ് എന്ന് ഷെയ്ഖ് റഹിമഹുല്ലാ പഠിപ്പിച്ചു. ഇസ്ലാമിലെ കർമ്മങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ ഇത് പഠിക്കേണ്ടത് ഭൂരിപക്ഷം ആളുകൾ ചെയ്യുന്നത് നോക്കിയാണ്, മറിച്ച് ഖുർആനും സുന്നത്തും അതനുസരിച്ചാണ് പഠിപ്പിക്കേണ്ടത്. അപ്പോൾ നോക്കൂ സഹോദരങ്ങൾ, തീർത്തും സഹാബികളുടെ ഒരു പ്രബോധന രീതി, സലഫുസ്സാലിഹീങ്ങൾ കൊണ്ടുവന്ന ആ പ്രബോധന രീതി, ആ അടിസ്ഥാനങ്ങൾ ഷെയ്ഖ് റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ നാട്ടിലെ ആളുകൾക്ക് വളരെ ശക്തമായി പ്രബോധനം ചെയ്തുകൊണ്ടിരുന്നു എന്നുള്ളതാണ്. ജനങ്ങളൊക്കെ ആകെ മാറി. അവർ ബിദ്അത്തുകൾ ഉപേക്ഷിച്ചു, ഖുറാഫാത്തുകൾ ഉപേക്ഷിച്ചു, അവർ ഖുർആനിലേക്കും സുന്നത്തിലേക്കുമായി കടന്നു എന്നുള്ളതാണ്. പല പ്രദേശങ്ങളിൽ നിന്നും ആളുകൾ ഷെയ്ഖ് റഹിമഹുല്ലയിലേക്ക് എത്തി. ഷെയ്ഖ് റഹിമഹുല്ലാ അദ്ദേഹം തങ്ങളിലേക്ക് വന്നെത്തുന്ന ആളുകൾക്കൊക്കെ ഔദാര്യം ചെയ്യാറുണ്ടായിരുന്നു. അവരുടെ ഭക്ഷണ കാര്യങ്ങൾ, അവരുടെ താമസ സൗകര്യം, മറ്റ് വിഭവങ്ങൾ, അതൊക്കെ ഷെയ്ഖ് റഹിമഹുല്ലാ അദ്ദേഹം അതിൻ്റെ കാര്യത്തിൽ അങ്ങേയറ്റം ശ്രദ്ധയുണ്ടായിരുന്നു. അത് ശ്രദ്ധിക്കുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് സ്വയമായി ഒരുപാട് കടങ്ങളുണ്ടായിരുന്നു. ഷെയ്ഖ് റഹിമഹുല്ലാ അദ്ദേഹം തന്നെ ഇവരുടെ കാര്യം ശ്രദ്ധിക്കുന്നത് കൊണ്ട് ഷെയ്ഖിന് ഒരുപാട് കടങ്ങൾ അതുകൊണ്ടുണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അങ്ങനെ ദിറഇയ്യയിൽ തൗഹീദിൻ്റെ പ്രബോധനം വ്യാപിക്കുകയും തുടർന്ന് ദിറഇയ്യയുടെ പുറത്തേക്ക് മറ്റു സ്ഥലങ്ങളിലേക്കും തൗഹീദിൻ്റെ പ്രബോധനം വ്യാപിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഓരോ പണ്ഡിതന്മാർക്കും ഭരണാധികാരികൾക്കും
ഹക്ക് സ്വീകരിക്കുന്നതിന് വേണ്ടി, തൗഹീദ് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി കത്തുകൾ ഷെയ്ഖ് എഴുതിക്കൊണ്ടേയിരുന്നു. പല ആളുകളും അതിനെ പരിഹസിച്ചു, പല ആളുകളും അതിനെ തള്ളി, എന്നാൽ ചില ആളുകളൊക്കെ അതിനെ സ്വീകരിച്ചു തുടങ്ങി. മുഹമ്മദ് ബിൻ സഊദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന് എല്ലാ നിലക്കുള്ള ആദരവും ബഹുമാനവും വകവെച്ചു കൊടുത്തു. സക്കാത്തിൻ്റെ മുതലുകൾ പിരിച്ചത് അത് ഷെയ്ഖ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. ഷെയ്ഖാകട്ടെ അത് കൃത്യമായി അതിൻ്റെ അർഹതയുള്ള ആളുകൾക്ക് അത് വീതിച്ചു കൊടുക്കുകയും ചെയ്യും. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സഊദ് റഹിമഹുല്ലാഹ് അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷം അബ്ദുൽ അസീസ് ബിൻ മുഹമ്മദ് റഹിമഹുല്ലാഹ്, മുഹമ്മദ് ബിൻ സഊദിൻ്റെ മകനാണ്, പിന്നീട് അദ്ദേഹമാണ് ഭരണം ഏറ്റെടുക്കുന്നത്. അദ്ദേഹം ഈ രൂപത്തിൽ തന്നെ ഷെയ്ഖ് റഹിമഹുല്ലയുടെ ദഅവത്തിനെ പിന്തുണക്കുകയും തൻ്റെ വാപ്പ എങ്ങനെയാണോ ഷെയ്ഖ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിനെ പരിഗണിച്ചിരുന്നത് ആ രൂപത്തിൽ തന്നെ ഷെയ്ഖിനെ പരിഗണിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ്. ഏതൊരു കാര്യം തീരുമാനിക്കുമ്പോഴും ഷെയ്ഖ് റഹിമഹുല്ലയോട് കൂടി ആലോചിക്കുകയും അതിനുശേഷമാണ് നടപ്പിലാക്കുകയും ചെയ്യുക. അങ്ങനെ ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. കാരണം പഠിക്കുന്നതിന് വേണ്ടി എത്തുന്ന ആളുകൾ ചിലവ് നോക്കണം, മറ്റു കാര്യങ്ങൾ നോക്കണം, ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾ നോക്കണം. ഒരുപാട് പ്രയാസങ്ങൾ ആ ഒരു സമയത്ത് ഉണ്ടായി. എങ്കിലും റിയാദ് വിജയിച്ചടക്കുന്നതോടുകൂടി, റിയാദ് തൗഹീദിൻ്റെ കീഴിലേക്ക് വരുന്നതോടുകൂടി ഈ പ്രയാസങ്ങളെല്ലാം ആ ഒരു കാര്യത്തിൽ ആശ്വാസമുണ്ടായി എന്നുള്ളതാണ്. അങ്ങനെ റിയാദ് കീഴടക്കിയതിന് ശേഷം ഖജനാവിൻ്റെ ബൈത്തുൽ മാലിൻ്റെ ഉത്തരവാദിത്തം ഷെയ്ഖ് റഹിമഹുല്ലാഹ് അബ്ദുൽ അസീസ് ബിൻ മുഹമ്മദ് സഊദ് റഹിമഹുല്ലാഹ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ഭരണാധികാരിക്ക് തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. എല്ലാ കാര്യങ്ങളും ഖജനാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഭരണാധികാരിക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ഷെയ്ഖ് റഹിമഹുല്ലാഹ് വീണ്ടും തൗഹീദിൻ്റെ പ്രബോധനം ശ്രദ്ധിക്കുന്നതിന് വേണ്ടി കൂടുതൽ ശ്രദ്ധ കാണിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. പിന്നീട് വീണ്ടും ദൂരപ്രദേശങ്ങളിൽ നിന്നും, ആദ്യം ദിറഇയ്യയായിരുന്നു. നമുക്ക് ഷെയ്ഖിൻ്റെ ആ ഒരു യാത്ര അത് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഷെയ്ഖ് റഹിമഹുല്ലാഹ് പോകുന്ന സ്ഥലത്തൊക്കെ ദഅവത്തുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ഇമാമുദ്ദഅവയായത്. അദ്ദേഹം പിന്നീട് സ്വന്തം നാട്ടിലേക്കെത്തി, സ്വന്തം നാട്ടിൽ നിന്ന് ദിറഇയ്യയിലേക്കെത്തി. ദിറഇയ്യയിൽ ഒരുപാട് ദഅവത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തി. എന്നിട്ട് ദിറഇയ്യയിൽ നിന്ന് അല്പം അടുത്തുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ തൗഹീദിൻ്റെ പ്രബോധനം നടത്തി. ഇനി കുറച്ചുകൂടി വിദൂര സ്ഥലങ്ങളിലേക്ക് തൗഹീദിൻ്റെ ദഅവത്ത് അത് വ്യാപിച്ചു. അങ്ങനെ വിവിധ ഭരണാധികാരികൾക്കും ഖാദിമാർക്കും ഷെയ്ഖ് റഹിമഹുല്ലാഹ് അദ്ദേഹം കത്തെഴുതി. നേരത്തെ പറഞ്ഞതുപോലെ പല ആളുകളും അതിനെ പരിഹസിക്കുകയും വിമർശിക്കുകയും ചെയ്തു. എങ്കിലും പല പണ്ഡിതന്മാരും, സമകാലികരായ ഒരുപാട് പണ്ഡിതന്മാർ ഷെയ്ഖ് റഹിമഹുല്ലയെ പിന്തുണക്കുകയും അതുപോലെ തന്നെ അവർ അതിനെ സഹായിക്കുകയും ചെയ്തതായി നമുക്ക് കാണുവാൻ സാധിക്കും. അതിൽപ്പെട്ട പ്രമുഖനായ പണ്ഡിതനാണ് സ്വനആയിലെ പണ്ഡിതനായിരുന്ന അൽ അമീർ മുഹമ്മദ് ബിൻ ഇസ്മായിൽ അസ്സനആനി റഹിമഹുല്ലാഹ്. അദ്ദേഹം ശക്തമായി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലയുടെ പ്രബോധനത്തെ പിന്തുണക്കുകയും അദ്ദേഹത്തിനെ പിന്തുണച്ചുകൊണ്ട് കവിത എഴുതുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞു, ലഖദ് സറനി മാ ജാഅനി മിൻ ത്വരീഖിഹി വകുൻതു അറാ ഹദി ത്വരീഖത ലി വഹ്ദി. ഷെയ്ഖ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ ഈ വിശ്വാസമാർഗം, ഈ ഒരു പ്രബോധനത്തിൻ്റെ മാർഗം അത് അറിഞ്ഞപ്പോൾ ഞാൻ ഒരുപാട് സന്തോഷിക്കുകയുണ്ടായി. ഞാൻ കരുതിയിരുന്നത് ഈ ഒരു മാർഗത്തിൽ ഞാൻ ഒറ്റക്കാണ് എന്നായിരുന്നു ഞാൻ കരുതിയിരുന്നത്. അപ്പോൾ നോക്കൂ, ഷെയ്ഖ് റഹിമഹുല്ലയുടെ കാലഘട്ടത്തിൽ ഷെയ്ഖ് മാത്രമല്ല മറ്റു പല പണ്ഡിതന്മാരും ഈ ഒരു മാർഗത്തിൽ ഉണ്ടായിരുന്നു എന്നറിയിക്കുന്ന വാക്കുകളാണത്. അപ്പോൾ പല പണ്ഡിതന്മാരും ഷെയ്ഖ് റഹിമഹുല്ലക്ക് അങ്ങേയറ്റം പിന്തുണയും നൽകുകയുണ്ടായി എന്നുള്ളതാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ അന്ന് മുസ്ലിങ്ങളിൽ നിലനിൽക്കുന്ന ഇത്തരം ഖുറാഫത്തുകളോട്, ശിർക്കൻ ആചാരങ്ങളോട് എതിർപ്പുണ്ടായിരുന്ന 160-ലധികം പണ്ഡിതന്മാരുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇത് വിശദീകരിച്ച സമകാലികരായ പണ്ഡിതന്മാർ പറഞ്ഞ കാര്യമാണ്. ഇത് വളരെ വ്യക്തമായി നമുക്ക് കിതാബുകളിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഷെയ്ഖിൻ്റെ പ്രബോധനം ആരംഭിച്ച കാലഘട്ടങ്ങളിൽ ഷെയ്ഖിൻ്റെ സഹോദരനായ സുലൈമാൻ ഷെയ്ഖിൻ്റെ എതിരായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് ഷെയ്ഖ് റഹിമഹുല്ലാഹ് അദ്ദേഹം മരിക്കുന്നതിന് 2 വർഷം മുൻപ് അദ്ദേഹം തൗഹീദ് സ്വീകരിക്കുകയും ഷെയ്ഖ് റഹിമഹുല്ലയുടെ അരികിലേക്ക് എത്തുകയും ചെയ്തു എന്നും നമുക്ക് കിതാബുകളിൽ കാണാൻ സാധിക്കും. എന്നാൽ ഷെയ്ഖിൻ്റെ എതിരാളികളായ ആളുകൾ ഷെയ്ഖിനെ ആരോപിക്കുന്നത് ആ വിഷയത്തിൽ അതിര് കവിഞ്ഞുകൊണ്ട്, അതിര് കടന്ന് ഷെയ്ഖ് റഹിമഹുല്ലയെ എതിർക്കുന്ന ആളുകൾ ഷെയ്ഖിൻ്റെ അനിയൻ, ഷെയ്ഖിൻ്റെ സഹോദരൻ, അദ്ദേഹത്തിൻ്റെ എതിർപ്പ് മാത്രം എടുത്തു കാട്ടും. എന്നാൽ ഷെയ്ഖ് പിന്നീട് ദഅവത്ത് സ്വീകരിച്ച് അദ്ദേഹത്തിൻ്റെ അരികിലെത്തിയത് ഒളിപ്പിച്ചു വെക്കും. ഇത് കടുത്ത അപരാധവും അനീതിയുമാണ്. ഷെയ്ഖ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ സഹോദരനായ
സുലൈമാൻ അദ്ദേഹത്തിൻ്റെ ദഅവത്ത് സ്വീകരിച്ച് അദ്ദേഹം മരണപ്പെടുന്നതിന് 2 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ ഷെയ്ഖ് റഹിമഹുല്ല ഈ ഒരു ദഅവത്ത് മുന്നോട്ട് പോയി. കൊല്ലങ്ങളോളം 30 വർഷം 40 വർഷം ഈ ദഅവത്ത് അങ്ങനെ മുന്നോട്ട് പോവുകയും ഈ ദഅവത്ത് മുന്നോട്ട് പോകുമ്പോൾ ഇതിനെതിരെയുള്ള ശത്രുക്കൾ അവർ വർദ്ധിക്കുകയും ചെയ്തു. എത്രത്തോളം എന്ന് വെച്ചാൽ ഈ പറഞ്ഞ രൂപത്തിൽ ശിർക്കിൻ്റെയും ബിദ്അത്തിൻ്റെയും കേന്ദ്രങ്ങൾ തകർത്തത് ഇതിൻ്റെ ആളുകളെ വലിയ സമ്മർദ്ദത്തിലാഴ്ത്തി. അവർ ഷെയ്ഖ് റഹിമഹുല്ല അദ്ദേഹത്തിനെതിരെ, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥികൾക്കെതിരെ, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രബോധനം അതിൻ്റെ കീഴിൽ ജീവിക്കുന്ന ആളുകൾക്കെതിരെ ശക്തമായ ആക്രമണങ്ങൾ അഴിച്ചുവിടാൻ തുടങ്ങി. പല ഭാഗത്തു നിന്നും അവർ സംഘടിച്ചു. തൗഹീദ് സ്വീകരിച്ചതിൻ്റെ പേരിൽ ആളുകളെ കൊലപ്പെടുത്താൻ അവർ ഒരു മടിയും കാണിച്ചില്ല. റിയാദിലെ ഭരണാധികാരിയായിരുന്ന ആളുകൾ, അതുപോലെ തന്നെയുള്ള ആളുകൾ, പല ആളുകളുടെയും പിന്തുണയിൽ ഷെയ്ഖ് റഹിമഹുല്ല അദ്ദേഹത്തിനെ പിന്തുണച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം പല ആളുകളെയും പല പീഡനങ്ങൾക്കും വിധേയരാക്കി. പല രീതിയിലുള്ള ക്രൂരമായ ശിക്ഷകളും അവരവിടെ കൊണ്ടുവന്നു. ഇത് ഷെയ്ഖ് റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെയും മുഹമ്മദ് ബിൻ സഊദ് റഹിമഹുല്ലയുടെയും ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെ റിയാദും ദിർഇയ്യയും തമ്മിൽ പോരാട്ടങ്ങളുണ്ടായി. ഏകദേശം 30 വർഷത്തോളം അത് നീണ്ടു നിന്നു. യുദ്ധം അത് നിർത്തലാക്കാൻ തീരുമാനിച്ചു. അവർ കരാറിലായി. ആ കരാറിൻ്റെ സന്ദർഭത്തിൽ, ആ ഇടവേളയിൽ ഈ പറയുന്ന കരാറിലായിരുന്ന ആളുകൾ അവർ കരാർ ലംഘിച്ചു. തൗഹീദ് പഠിപ്പിക്കാനായി അയച്ച പണ്ഡിതന്മാരെ അവർ നിഷ്കരുണം കൊലപ്പെടുത്തി. അതുപോലെ തന്നെ വൈജ്ഞാനികമായ ചർച്ചകൾക്ക് വേണ്ടി പോയ ആളുകൾ അവരെ ജയിലിലാക്കി. പല ആളുകളും പല രൂപത്തിലുള്ള പീഡനങ്ങളും അഴിച്ചുവിട്ടു. ഇത് തൗഹീദ് അത് വളർന്നു വരുമ്പോൾ അതിൻ്റെ ആളുകളോടുള്ള ശത്രുത കാരണം ഈ പറഞ്ഞ ആളുകൾ ചെയ്തു കൂട്ടിയ കാര്യമാണ്. അപ്പോൾ നോക്കൂ, ഷെയ്ഖ് റഹിമഹുല്ല അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ അനുയായികളും അദ്ദേഹത്തിൻ്റെ ദഅവത്തുമാണ് എന്ത് ചെയ്തത്, പീഡിപ്പിക്കപ്പെട്ടത്. എന്നാൽ നോക്കൂ, നമ്മുടെ നാട്ടിൽ നേരെ തിരിച്ചാണ് എന്ത് ചെയ്യുന്നത്, പറയപ്പെടുന്നത്. ഷെയ്ഖ് മുസ്ലിമീങ്ങളെ മുഴുവനായി കാഫറുകളാക്കി, ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങളെ പിന്നെ ഉന്മൂലനം ചെയ്തു, അവിടെ കലാപങ്ങൾ ഉണ്ടാക്കി, ഒരുപാട് മുസ്ലിമീങ്ങൾ രക്തച്ചൊരിച്ചിൽ അതുണ്ടായി, ഒരുപാട് മുസ്ലിമീങ്ങളുടെ രക്തം ചിന്തി. ഇങ്ങനെയൊക്കെയാണ് ഇവിടെ ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കപ്പെടുന്നത്. നോക്കൂ, ചരിത്രം നേരെ തിരിച്ചാണ്. തൗഹീദ് സ്വീകരിച്ചു എന്നതിൻ്റെ പേരിൽ കരാർ ലംഘിച്ച് ആളുകളെ വധിക്കാനും ആളുകളെ വധിക്കുകയും അതുപോലെ തന്നെ ക്രൂരമായി പീഡിപ്പിക്കുകയും ചെയ്തപ്പോൾ യുദ്ധമുണ്ടായി. യുദ്ധം ഒരുപാട് കാലം നീണ്ടു നിന്നപ്പോൾ അവിടെ എന്തുണ്ടായി, കരാറിലേർപ്പെട്ടു. കരാറിലേർപ്പെട്ടപ്പോൾ അവർ കരാർ ലംഘിക്കുകയും വീണ്ടും അതിക്രമങ്ങൾ അഴിച്ചുവിടുകയും ചെയ്തു എന്നുള്ളതാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം കൊണ്ട് റിയാദ് കീഴടക്കുകയുണ്ടായി. ഒരുപാട് ആളുകൾ തൗഹീദിലേക്ക് വരികയും ആ ക്ഷണം അവർ സ്വീകരിക്കുകയും അതൊരു ഇസ്ലാമിക രാജ്യമായി നിലകൊള്ളുകയും ചെയ്തു എന്നുള്ളതാണ്. ഓരോ ആക്രമണങ്ങൾക്കും യുദ്ധങ്ങൾക്കും പ്രബോധനങ്ങൾക്കും ഒടുവിൽ നജിദിലെ പ്രദേശം, സൗദി അറേബ്യ എന്ന് പറയുന്ന ആ രാജ്യം, അത് ഒരുപാട് ഖുറാഫാത്തുകൾക്കും വിശ്വാസ വൈകല്യങ്ങൾക്കും അപ്പുറം തൗഹീദിൻ്റെ വെളിച്ചം ഉദിക്കുന്ന, തൗഹീദിൻ്റെ വെളിച്ചമുള്ള, തൗഹീദിൻ്റെ നാടായി, തൗഹീദിൻ്റെ പ്രഭ അതുള്ള നാടായി മാറി. നമുക്ക് ഷെയ്ഖ് റഹിമഹുല്ലയുടെ കഠിനമായ അധ്വാനം, ഒരുപാട് പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ട് അദ്ദേഹം നടത്തിയ കഠിനമായ അധ്വാനം, അതിനൊടുവിൽ ഉണ്ടായ ഫലമാണത്. ഷെയ്ഖ് റഹിമഹുല്ല പ്രകാരം 1206 ഹിജറ 1266 ഷെയ്ഖ് റഹിമഹുല്ല അദ്ദേഹം മരണപ്പെടുകയുണ്ടായി. മരണപ്പെടുമ്പോൾ അനന്തര സ്വത്തായി വീതിച്ചെടുക്കാൻ യാതൊന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ കയ്യിൽ യാതൊന്നും ഉണ്ടായില്ല. എന്നാൽ ഷെയ്ഖ് റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ ദഅവത്ത് അത് ലോകത്തിൻ്റെ നാനാ ദിക്കുകളിലേക്കും എത്തിയിട്ടുണ്ട്. ഷെയ്ഖ് റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ മക്കളിൽ നിന്നും വിദ്യാർത്ഥികളിൽ നിന്നും ഈ ഉമ്മത്തിൽ നയിക്കുന്ന മഹാപണ്ഡിതന്മാർ വളർന്നു വന്നു. ഷെയ്ഖിൻ്റെ ഗ്രന്ഥങ്ങൾ, ഷെയ്ഖിൻ്റെ റിസാലകൾ, ലേഖനങ്ങൾ ഇന്നും ആളുകൾ പഠിക്കുകയും മനസ്സിലാക്കുകയും അത് വായിച്ചുകൊണ്ട് തൗഹീദിലേക്ക് കടന്നു വരികയും ചെയ്യുന്നു. ഇതാണ് സഹോദരങ്ങളെ ഷെയ്ഖ് റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ ഒരു ചുരുങ്ങിയ ജീവിത വിവരണം എന്ന് പറയുന്നത്. ഷെയ്ഖ് റഹിമഹുല്ല അദ്ദേഹത്തിനെക്കുറിച്ച് പറയുമ്പോൾ, അദ്ദേഹത്തിൻ്റെ ആദർശത്തിനെക്കുറിച്ച് പറയുമ്പോൾ ഈ ഒരു ചുരുങ്ങിയ ജീവചരിത്രം നമ്മൾ മനസ്സിലാക്കിയാൽ വളരെ അനിവാര്യമാണ്.
കാരണം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഷേഖിനെ കുറിച്ച് പറയുന്ന ആളുകൾക്കൊന്നും ആരാണ് ഷേഖ് എന്നറിയില്ല. അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ, അദ്ദേഹം ഈ ഉമ്മത്തിൽ അനുഷ്ഠിച്ച കർമ്മങ്ങൾ, പ്രവർത്തനങ്ങൾ എന്തായിരുന്നു എന്ന് ആർക്കും അറിയില്ല. അതുകൊണ്ട് ഈ ഒരു ചരിത്രം നമ്മൾ മനസ്സിലാക്കുക, തെറ്റിദ്ധരിക്കുന്ന ആളുകൾക്ക് ഇത് പറഞ്ഞു കൊടുക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വരുന്ന ക്ലാസ്സുകളിൽ ഇൻഷാ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖോടുകൂടി ഇതിൻ്റെ ബാക്കിയൊന്നോണം ഷെയ്ഖ് റഹിമഹുള്ളയെക്കുറിച്ച് സമൂഹത്തിൽ പറയുന്ന ഓരോ ആരോപണങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ തന്നെ കിതാബുകളിൽ നിന്നുള്ള മറുപടി, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ എതിരായിരുന്ന ആളുകൾ അദ്ദേഹത്തിൻ്റെ ഉറ്റമിത്രങ്ങളായി, അദ്ദേഹത്തിൻ്റെ പ്രബോധനങ്ങൾ പ്രചരിപ്പിക്കുന്ന ആളുകളായി മാറിയ സംഭവങ്ങൾ വിവരിക്കാവുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഹാദ വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ അബ്ദിഹി വറസൂലിഹി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.